ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കൊച്ചു ഫ്ലവർ ആണ് ചെയ്യുന്നത്. ഭദ്ര ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. ആരൊക്കെയോ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഓപ്പൺ ചെയ്യണേ. ഓക്കെ. ഭദ്ര സംസാരിക്കാം, പറഞ്ഞോ. സൗണ്ട്, ഭദ്ര സൗണ്ട് വ്യക്തമാകുന്നില്ല. ഒന്ന് സംസാരിക്കും, ഒന്നുകൂടി സംസാരിക്കോ. ഭദ്ര സംസാരിക്കുന്നുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? സാർ ആ, പറഞ്ഞോ. 12 പീസ് 12 പീസ് ബ്രഷ് മതിയോ? 12 ബ്രഷ് മതി. ഓക്കെ. 12 സൈസ് ബ്രഷ് മതിയോ എന്നല്ലേ ചോദിച്ചത്? ഓക്കെ, അത് മതി കേട്ടോ. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ്. ആ, സാറേ ഇഷാനെ പറഞ്ഞോ. സാറ് ഞാൻ വാട്ടർ കളർ ചെയ്യുമ്പോ സ്പ്രെഡ് ആയി പോകുന്നുണ്ട്. ഓ, അത് ഓക്കെ. പേപ്പർ ഞാൻ വാങ്ങേണ്ട കാര്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, സ്പ്രെഡ് ആയി പോകുന്നു. പിന്നെയോ, നെക്സ്റ്റ്. ഞാൻ അതിന്റെ മറുപടി തരാം കേട്ടോ. സ്- ഏ സാരംഗ്. ഓക്കെ, ഓക്കെ. സ്പ്രെഡ് ആയി പോകുന്നതിന് പിന്നെ ഇന്ന് ആ ഒരു സെക്കൻഡ്. ഇവിടെ നേരത്തെ ചോദിച്ചായിരുന്നു. ഈശാനുള്ളൊരു മറുപടി. സ്പ്രെഡായി പോകുന്നതിന് നമ്മൾ പിന്നെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഞാനൊരു ലെയർ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഞാൻ അയച്ചു തരുന്നുണ്ടാവും, എക്സസൈസ് പോലെ തന്നെ. അതിൽ ഒരു കുറേ കളങ്ങളുണ്ടാവും. ഏ ഈ കളങ്ങളിൽ നമ്മൾ കളറ് ഫില്ല് ചെയ്ത് പരിശീലിക്കണം. ഇപ്പം ഞാനത് അയച്ചു തരും. അപ്പോൾ അവിടെ ഓരോ കളത്തിലും ഉള്ള കളറുകൾ ഇതുപോലെ കളം വരച്ചിട്ട് ഫില്ല് ചെയ്യുക, അതായത് ബ്രഷ് ഉപയോഗിച്ചിട്ട് കളറ് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ലെയർ ടെസ്റ്റ് എന്ന ഒരു പിന്നെ ചിത്രം അയച്ചു തരുന്നുണ്ടാവും. അത് പ്രകാരം, അതിലുള്ള പ്രകാരം കളറുകൾ ഫില്ല് ചെയ്തിട്ട് പരിശീലിക്കുക. ഓക്കെ. ഓക്കെ, പറയാം. സാരംഗ പറഞ്ഞോ. ഇന്ന് വാട്ടർ ആണോ യൂസ് അതെ, ചെയ്യുന്നത്? ഇന്ന് വാട്ടർ കളർ. ഓക്കെ. ഓക്കെ, ടൈം ടേബിൾ ചെക്ക് ചെയ്യണേ. എല്ലാവരോടും കൂടി പറയുന്നത് ടൈം ടേബിൾ പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ട്. ഞാൻ ഇന്ന് നേരത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം ടേബിളിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങളും ഡേറ്റും ടൈമും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ യെല്ലോയിൽ വരുന്നത് നമ്മുടെ ലൈവ് ക്ലാസ്സും വൈറ്റിൽ വരുന്നത് റെക്കോർഡഡ് ക്ലാസ്സും ആണ്. ഓക്കെ, നെക്സ്റ്റ്. സാറേ പറഞ്ഞോ. എന്റെ മറ്റേ റൗണ്ട് ഷേപ്പിഡ് ഇത് ഇത് റൗണ്ട് ഷേപ്പിഡ് മാത്രം വരയ്ക്കാനുള്ള ഇത് ബ്രഷ് ഉള്ളൂ. റൗണ്ട് ഷേപ്പ് മാത്രം കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് റൗണ്ട് ഷേപ്പുള്ള ബ്രഷ് മാത്രം മതിയാവും. അത് സാറിന്റെ ഉള്ള പോലത്തെ പിന്നെ ഓക്കെ. എന്റെ അടുത്ത് ഏത് സാറിന്റെ ഉള്ള മറ്റേ പേസ്റ്റ് ഇത് ഇത് പെയിന്റ് അല്ല ഉള്ളത്, വേറെയാണ്. റൗണ്ട് ടൈപ്പ് പെയിന്റ് ആണ് എന്റെ അടുത്തുള്ളത്. അതിൽ കുഴപ്പമുണ്ടോ സാറേ? റൗണ്ട് ബോട്ടിൽ ടൈപ്പ് ആണോ? ബോട്ടിലാണോ? ബോട്ടിൽ ടൈപ്പ് ഒരു ഓക്കെ, ക്യാൻ ഓക്കെ. ടൈപ്പില്ലേ? ഓക്കെ, ക്യാൻ ടൈപ്പില്ലേ? ഓക്കെ. അതാണുള്ളത്. ഓക്കെ, ബോട്ടിലാണെങ്കിൽ നമ്മളൊരു പാലറ്റ് എടുക്കുക, പ്ലേറ്റുവോ മറ്റോ ഇതുപോലുള്ള പാലറ്റ് പോലെയുള്ള എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അതിലേക്ക് പെയിന്റ് അപ്ലൈ ആക്കുക. അതായത് നമ്മൾ ബോട്ടിൽ നിന്ന് ബ്രഷ് കൊണ്ട് പെയിന്റ് അതിലേക്ക് ചെയ്തിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അങ്ങനത്തെ സാറേ, അങ്ങനത്തെ അല്ല, ക്യാൻ പോലത്തെ ഇല്ലേ, മറ്റേ കുടിക്കണ ക്യാൻ പോലത്തെ ഒരു സാധനം ഇല്ലേ? ഓക്കെ, ക്യാൻ പോലത്തെ. ഓക്കെ, അതിൽ നിന്നും പിന്നെ പെയിന്റ് ഈ പാലറ്റിലേക്ക് കുറച്ച് തുള്ളിയായിട്ട് ആക്കുക. എന്നിട്ട് അവിടെ ബ്രഷും പിന്നെ വെള്ളം എടുക്കുക, അതിനകത്ത് വെള്ളം കൂട്ടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഓക്കെ. ഓക്കെ. ഓക്കെ, അല്ല, എന്റെ അടുത്ത് ആകെയുള്ളത് ഗോൾഡനും സിൽവറും പിങ്കും ലൈറ്റ് ഗ്രീനും ഓക്കെ. ഓക്കെ, ഓക്കെ. സ്കിൻ കളറും ബ്രൗണും ബ്ലാക്കും ഡാർക്ക് ഗ്രീനും റെഡും യെല്ലോയും ബ്ലൂവും വൈറ്റ് ആണുള്ളത്. ഓക്കെ, ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. ആ ഓക്കെ, നെക്സ്റ്റ്. സാറേ പറഞ്ഞോ. ഈ ബ്രഷ് മതിയോ? ബ്രഷ് കാണുന്നില്ല. ഒരു സെക്കൻഡേ, ഒന്ന് ക്യാമറ അത് ഓൺ ചെയ്യട്ടെ. ഒരു സെക്കൻഡ്, ഫ്രെയിം ഒന്ന് വലുതാക്കട്ടെ. ചെക്ക്. ഓക്കെ അല്ലേ? ആ, ഓക്കെ. ഫ്ലാറ്റ് ബ്രഷ് ആണല്ലേ?
ഓക്കെ, ഇപ്പം അത് ഉപയോഗിക്കാം. റൗണ്ട് ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് പോലത്തെ റൗണ്ട് ഉള്ള ബ്രഷ് ആണ് ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാം, കൂടുതൽ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ഓക്കെ. സാർ, ആ ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. സാർ ഇതിനു മുമ്പ് എന്തേ എടുത്തായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. ഇതിന്റെ റെക്കോർഡിങ്സ് ഉണ്ടാവും കേട്ടോ. റെക്കോർഡിങ്സ് ക്ലാസ് കഴിഞ്ഞിട്ടാകുമ്പോൾ റെക്കോർഡിങ്സ് ചെക്ക് ചെയ്താൽ മതിയാവും. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. നമ്മളിപ്പം പറഞ്ഞ് കാര്യങ്ങൾ തുടങ്ങി വരുന്നതേ ഉള്ളൂ, വരച്ചു തുടങ്ങിയിട്ടില്ല. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ്. ഓപ്പൺ ചെയ്. ആരാ പേര്? പ്രണവ്. എന്തായിരുന്നു പ്രണവ്? അവിടെ സൗണ്ട് ഓപ്പൺ ചെയ്യണേ. ഇതിൽ ചെയ്. പ്രണവ് ഇല്ല അല്ലേ? ഓ അതെയാ. സാർ, ക്യാമറ കാണുന്നില്ല അല്ലേ? വെയിറ്റ് ചെയ്യണേ, കറക്റ്റ് ചെയ്യാം. സംസാരിക്കാം കേട്ടോ, ഡൗട്ട് ഉള്ളവർക്ക് സംസാരിക്കാം. ക്യാമറ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സംസാരിക്കാം. പ്രണവ് സംസാരിക്കാം. ക്യാമറ കറക്റ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കാം. പറഞ്ഞോ. പറഞ്ഞോ, കേൾക്കാം. എനിക്ക് വാട്ടർ പെയിന്റ് ഇല്ലാത്തോണ്ട് ഓയിൽ കളറും വെച്ച് വരയ്ക്കുവാന്. ഓയിൽ കളർ, വാട്ടർ കളർ ഇല്ലാത്തതുകൊണ്ട് ഓയിൽ കളർ ഉപയോഗിക്കണ്ട. ഓയിൽ കളർ എന്ന് പറയുന്നത് വേറെ കളർ അല്ലല്ലോ, ക്രയോൺസ്. കുഴപ്പമില്ല, ക്രയോൺസ് ഉപയോഗിക്കാം. ഓക്കെ 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 ഓക്കെ. ഓയിൽ പെസ്റ്റൽ ആയിരിക്കും അല്ലേ? ഒരു സെക്കൻഡ് പറയാം. ഓയിൽ പെസ്റ്റൽ ആണോ ഉള്ളത് കയ്യില്? ആയിരിക്കും അല്ലേ? ഓക്കെ. ഓയിൽ പെസ്റ്റലും ക്രയോണും ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. എനിക്ക് ബ്രഷ് മാത്രം ഉള്ളത്. ഫ്ലാറ്റ് ബ്രഷ് മാത്രം ഉള്ളവര് പിന്നെ അതിൽ ചെറിയ ബ്രഷ് ഉപയോഗിച്ചാൽ മതി. ഈ ഫ്ലവർ ഒക്കെ ചെയ്യാൻ വേണ്ടി കൂടുതൽ വലിപ്പമുള്ള ബ്രഷ് ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ റൗണ്ട് ബ്രഷ് ഉള്ളവർ അത് ഉപയോഗിക്കാം. ഫ്ലാറ്റ് ബ്രഷ് മാത്രമുള്ളവർ ചെറിയ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിക്കുക. കയ്യിലുള്ളത് ഏറ്റവും ചെറുത് ഉപയോഗിച്ചാൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. പേര് നിങ്ങൾ കയ്യിൽ ബ്രഷിൻ്റെ കാര്യം സംസാരിച്ചത്, പിന്നെ അതായത് ഫ്ലാറ്റ് ബ്രഷ്, നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലാറ്റ് ബ്രഷ് മാത്രമാണെങ്കിൽ അതിൽ ചെറിയൊരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കുക. കൂടുതൽ വലിയ ഫ്ലാറ്റ് ബ്രഷ് എടുത്താൽ നിങ്ങൾക്ക് ഈ ലീഫ്, ഇതിൻ്റെ പെറ്റൽസ്, ഇതളുകളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഈ ഒരു ലീഫൊക്കെ നേർത്ത രൂപത്തിലുള്ളതാണ് അല്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കയ്യിലുള്ളതിൽ ഫ്ലാറ്റ് ബ്രഷ് ആണെങ്കിലും കുഴപ്പമില്ല, അതിൽ ചെറിയത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ. നെക്സ്റ്റ്. ധാര കാണുന്നില്ലേ? സൗണ്ട് ഇവിടുന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അത് ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടോ? ഫ്രെയിം കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്. വെള്ളം ഓൺ ചെയ്ത്. ഓക്കെ. ഇവിടെ നിഹ പറഞ്ഞോ. നിഹ സംസാരിക്കാം. ഓക്കെ. പലരും വോയിസ് ഇല്ലേ? വോയിസ് ഒക്കെ കേൾക്കാമല്ലോ അല്ലേ? ശ്രീശങ്കർ, വോയിസ് കേൾക്കാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പുറത്ത് ഭദ്ര.
വോയിസ് കേൾക്കാമോ ശ്രീശങ്കർ? ആ കേക്കാം. കേൾക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഭദ്ര ഒന്ന് ഓപ്പൺ ചെയ്. അതെ. ഉം, സാർ പറഞ്ഞോ. കളറിംഗ് കളറിംഗ് ടൂൾ ആണ് ഉപയോഗിക്കുന്നത്. അതെ അതെ, വാട്ടർ കളർ. വാട്ടർ കളറില് കേക്ക് ആണോ അതോ ട്യൂബ് ആണോ? വാട്ടർ കളറിൽ കേക്ക് നമ്മൾ ട്യൂബാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉണ്ട്. അപ്പോൾ കേക്ക് രൂപത്തിലുള്ള കളറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് വെള്ളവും ഉപയോഗിച്ച് അത് പിന്നെ വെള്ളം നേരെ ഇതിലേക്ക് ആക്കി കളറിലേക്ക് ആ കളറ് പാലറ്റിലേക്ക് മാറ്റുക. കുറച്ച് കളറ് പാലറ്റിലേക്ക് ആക്കുക. അവിടെ നിന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ കളർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് രൂപത്തിലുള്ളതായതുകൊണ്ട് ഇതിലേക്കൊക്കെ പടർന്ന് കയറുന്നുണ്ടാവും. നമ്മൾ പിന്നീട് ഉദ്ദേശിക്കുന്ന കളർ കിട്ടില്ല. ഓക്കെ. ഇപ്പോൾ ട്യൂബ് രൂപത്തിലുള്ളതാണ് ഏറ്റവും ബെറ്റർ. ട്യൂബ് രൂപത്തിലുള്ളത് കളറാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പാലറ്റിലേക്ക് ആക്കിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയി മനസ്സിലായി? പറഞ്ഞോ പറഞ്ഞോ, കേൾക്കാം. സംസാരിക്കാം. പാർവതിയാണോ? സംസാരിക്കാട്ടോ, സൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് മതിയാവോ? ഒന്ന് ഫ്രെയിം ഓപ്പൺ ചെയ്. ഇങ്ങോട്ട് ഒന്ന് ഫ്രെയിം കാണിച്ചു കൊടുക്കുക. കമ്പ്യൂട്ടറിൽ പിന്നെ ഉപയോഗിക്കുന്ന ഓരോ കൂടുതൽ പേരുള്ളത് കൊണ്ട് ഓക്കെ, റൗണ്ട് ബ്രഷ് ആണ് അല്ലേ? ഓക്കെ, അത് മതി. ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമുക്ക് പതുക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇനി ഉള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ട് സംസാരിക്കണേ. ഇവിടെ ഏതാണ്ട് ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ ഇപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നത് വാട്ടർ കളറാണ്. വാട്ടർ കളറിന് ഈ നിങ്ങൾ കേക്ക് രൂപത്തിലുള്ള വാട്ടർ കളറാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ളൊരു പാലറ്റിൽ മിക്സ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ട്യൂബ് രൂപത്തിലുള്ളതാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഈ ഒരു ചിത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. റൗണ്ട് ബ്രഷ് ഉള്ളവർ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത്തരം ചെറിയ ചിത്രങ്ങൾക്ക് റൗണ്ട് ബ്രഷാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഫ്ലാറ്റ് ബ്രഷ് മാത്രമേ ഉള്ളൂ എന്നുള്ളവർ ഫ്ലാറ്റ് ബ്രഷിൽ ചെറിയത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പതുക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ 2 ചിത്രങ്ങൾ ഇവിടെയുണ്ട്. 2 ചിത്രത്തിൽ നമുക്ക് രണ്ടും ചെയ്യേണ്ട. നമുക്ക് കൊച്ചു കൂട്ടുകാരൊക്കെ ഇവിടെയുണ്ട്. അവർക്കൊക്കെ കുറേ ചിത്രങ്ങൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ചിത്രം നമുക്ക് ചെയ്യാം. ഈ ഒരു ചിത്രം അതേ രീതിയിലുള്ളത് തന്നെയാണ്. അതേ രീതിയിൽ കളർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെയുള്ളത്. ഒരു ചിത്രം ഇപ്പം നമുക്ക് ലൈവായിട്ട് ചെയ്യാം. മറ്റേ ചിത്രം നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ വാട്സപ്പിൽ നിങ്ങൾ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പം അടുത്ത ദിവസം നിങ്ങൾക്ക് ചെയ്യാം. പതുക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, പറഞ്ഞോ. സാറേ, എന്റെ വാട്ടർ കളറിനകത്തുള്ള 2 എണ്ണത്തിന്റെ പിങ്ക് കളർ ചെയ്ത് അപ്പൊ എന്റെ പേസ്റ്റലിന്റെ പെയിന്റ് യൂസ് ചെയ്തോട്ടെ? ഓയിൽ പെസ്റ്റൽ ആണോ ഉദ്ദേശിച്ചത്? അല്ല സാർ, പേസ്റ്റലിന്റെ പെയിന്റ്. പെയിന്റ്. ഓക്കെ ഓക്കെ. വാട്ടർ ബേസ് തന്നെയല്ലേ അത്? ഇത് ഓക്കെ, വാട്ടർ ബേസ് പെസ്റ്റൽ പെയിന്റ്. ഓക്കെ, അത് ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം നമ്മൾ എന്താ പഠിച്ചത് ഡ്രോയിങ്ങിൽ? ഏത് കളറാണോ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ഏത് കളർ ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്ലൈൻ ചെയ്യണം അല്ലേ? ചിത്രത്തെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യണം. ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഷേഡോ ചെയ്യാം. എവിടെയൊക്കെയാണ് ഷേഡോസ് വരുന്നത്? ഇനി കളേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് വർണ്ണങ്ങളിലുള്ള മാറ്റം ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷമാണ് കളർ ഉപയോഗിക്കേണ്ടത് അല്ലേ? അപ്പോൾ ആ കാര്യം ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ. പലരും ആദ്യം തന്നെ പെയിൻറ് ബ്രഷും എടുത്തിട്ട് വരക്കുന്നൊരു പരിപാടി ഉണ്ട്. അത് അങ്ങനെ ചെയ്യരുത്. പലർക്കും അതൊരു കൺഫ്യൂഷനാണ്. നമ്മൾ ഔട്ട്ലൈൻ എന്തിനാണ് ചെയ്യുന്നത്, നമുക്കിതൊക്കെ അറിയുന്നതല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്യുക. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആർക്കും ഡ്രോയിങ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അവിടെ കൺഫ്യൂഷൻ ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ ചെയ്യാം. ഓക്കെ, നമുക്ക് പതുക്കെ തുടങ്ങാം. ഞാനിവിടെ ഈ ഒരു പേപ്പറിൽ നമുക്ക് പറഞ്ഞോ. എന്റെ കൈമേലെ 6 ഷെയ്ഡേഴ്സ് ഉള്ള പെയിന്റേ ഉള്ളൂ. 6 ഷെയ്ഡേഴ്സ് ഉള്ള പെയിന്റ്. അതിൽ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് പിന്നെ റെഡ് വേണം, അതുപോലെ ഗ്രീനും വേണം അല്ലേ?
പിന്നെ യെല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇവിടെയൊക്കെ കുറച്ച് യെല്ലോൻ്റെ ഭാഗമുണ്ട്. യെല്ലോ, ഗ്രീന്, അത് റെഡ്. അക്രലിക് പെയിന്റ് ആണ്. അക്രിലിക് പെയിന്റ് ആണ് അല്ലേ? അക്രിലിക് പെയിന്റും വാട്ടർ കളറും രണ്ടും രണ്ട് വ്യത്യസ്ത രീതിയിൽ ഇടപെടുന്ന കളറുകളാണ്. ഓക്കെ, അക്രിലിക് വാട്ടർ കളർ ഇല്ല കയ്യിൽ. വാട്ടർ കളർ ഇല്ല. കേക്ക് രൂപത്തിലുള്ള കളർ ഉണ്ടോ? ഇതുപോലത്തെ കളർ ബോക്സ് ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ ഓക്കെ. പിന്നെ ഓയിൽ പെസ്റ്റലോ ക്രയോണോ മറ്റോ ഉണ്ടോ? എന്റെ കൈമല് ഷെയ്ഡ് ഇതേ ഉള്ളൂ, പെൻസിൽ ഷെയ്ഡേ ഉള്ളൂ. പെൻസിൽ ഷെയ്ഡ് അല്ലേ? ഓക്കെ. നിങ്ങളിപ്പോൾ വാട്ടർ അക്രിലിക് മാത്രമേ ഉള്ളെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് അക്രിലിക് കളർന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ അക്രിലിക് കളർന്നും കൂടി എഴുതണേ. ആ ഓക്കെ. യൂസ്ഡ് അക്രിലിക് കളർന്ന് കൂടി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. ഇത് രണ്ടും രണ്ട് മെറ്റീരിയലാണ്, രണ്ട് രീതിയിലാണ് ഇത്തരം കളേഴ്സ് കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ. നമുക്ക് ഈ പറഞ്ഞോ, പറയാം. സാർ എന്റെ വാട്ടർ കളറിൽ പിങ്ക് ഇല്ലല്ലോ. പിങ്ക് ഇല്ലെങ്കിൽ റെഡ് ഉണ്ടല്ലോ, റെഡ് മതി. ഓക്കെ. നമുക്ക് സാർ നമുക്ക് ഏത് ടൈപ്പ് വേണ്ടേ? നമുക്ക് സാർ ഏത് ഷേപ്പാ വേണ്ടേ? നമുക്ക് യെല്ലോ വേണം, ഗ്രീന് വേണം, അതുപോലെ റെഡും വേണം. സാർ ഈ മൂന്ന് കളർ സാർ ഉണ്ടെങ്കിൽ ഏത് ആ ഈ മൂന്ന് ഏത് കളറ് ബ്രഷാണ്? പറഞ്ഞോ. സാർ ഏത് ബ്രഷാണ് വേണ്ടത്? ബ്രഷ് റൗണ്ട് ബ്രഷ് ഒരു 12ഉം ഒരു 6ഉം വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു. അത് വാങ്ങിച്ചിരുന്നോ? അതുണ്ടോ കയ്യില്? റൗണ്ട് ഇല്ല, 6 പ്ലെയിൻ പോലത്തെ ഓക്കെ ആയിട്ടുള്ളത്. ഓക്കെ. ഫ്ലാറ്റ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഫ്ലാറ്റ് താങ്ക് യു ആണെങ്കിൽ സാർ. അത് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഞാൻ പതുക്കെ ചെയ്തു തുടങ്ങാം കേട്ടോ. മറ്റുള്ളവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സംസാരിക്കാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തവരെ ഓപ്പൺ ചെയ്ത് കൊടുക്ക്. ഓക്കെ. ചാറ്റിലുള്ളത് തന്നെയല്ലേ ഇവിടെയും വരുന്നത് അല്ലേ? ഓക്കെ. സംസാരിക്കാം കേട്ടോ, പതുക്കെ സംസാരിക്കാം. ഞാൻ ചെയ്തു തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വരക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. നമ്മളിപ്പോൾ ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. സംസാരിക്കാം കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്യുന്നവർക്ക് ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഓരോരുത്തരായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവർക്ക് സംസാരിക്കാം. പേര് സാർ പറ. പറഞ്ഞോ. ഇതുപോലെ വെച്ച് വരയ്ക്കാവോ? പിന്നെ അത് സാർ ഇതുപോലെ വെച്ച് വരയ്ക്കാവോ? അത് പേപ്പർ അത് ഉപയോഗിക്കാമോ എന്നാണോ ചോദിക്കുന്നത്? അല്ല, ഇതുപോലെ വെച്ച് വരയ്ക്കാവോ ഫ്ലവർ? വരക്കാം. ഓക്കെ, അതുപോലെ വെച്ച് വരക്കാം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. നെക്സ്റ്റ് പേരെന്തായിരുന്നു? സാർ എന്റെ റെഡ് ഇല്ല. റെഡ് ഇല്ല. ഓറഞ്ച് ഉണ്ടോ? ഓറഞ്ച് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്. പിങ്ക് ഉപയോഗിക്കാം. പിങ്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. പക്ഷെ അത് ഡാർക്ക് ആണ്. കുഴപ്പമില്ല. നമുക്ക് വെള്ളം ചേർത്തിട്ട്, വാട്ടർ കളർ ആണല്ലോ, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ. ഹലോ പറഞ്ഞോ. സാറേ, ഈ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവോ? ഇല്ല, വാട്ടർ കളറിന് ചില പ്രത്യേകതകളുണ്ട്. വാട്ടർ കളറിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ട്രാൻസ്പാരൻസി ഏറ്റവും കൂടുതൽ. അതായത് എന്താ പറയുക, വെളിച്ചം കടത്തിവിടുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ നേർത്തത് എന്ന് പറയാം. അങ്ങനെയുള്ളൊരു വർണ്ണമാണ് ഈ വാട്ടർ കളർ. നമ്മൾ വെള്ളം ചേർക്കുന്നതിനനുസരിച്ചിട്ട് വാട്ടർ കളറിൻ്റെ ആ പിഗ്മെൻറ്റ്, അതിൻ്റെ പിഗ്മെൻറ്റ് കുറഞ്ഞു വരും. കളറ് വളരെ നേർത്തതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് കളേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടി വെള്ളം ചേർക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ മാത്രമല്ല, നമ്മളിപ്പം പറഞ്ഞെന്തായിരുന്നു, റെഡും വൈറ്റ് യൂസ് ചെയ്യാവുന്നു. വൈറ്റ് യൂസ് ചെയ്യുമ്പം ഈ കളറിൻ്റെ ട്രാൻസ്പാരൻസി നഷ്ടപ്പെടുകയും
ഈ കളറ് തിക്കായിട്ട് വരികയും ചെയ്യും. അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലയിച്ച് വരില്ല. വാട്ടർ കളറിൻ്റെ ശൈലി എന്ന് പറയുന്നത് അത്രത്തോളം ട്രാൻസ്പാരൻസി ഉള്ളത് കൊണ്ട് മറ്റ് വർണ്ണങ്ങളുമായിട്ട് മിക്സ് ചെയ്യുമ്പം നമുക്ക് അത്രയും എന്താ പറയുക ട്രാൻസ്പാരൻസി നിലനിർത്തുന്നാൽ മാത്രമേ നമുക്ക് ആ വർണ്ണം നല്ല ഭംഗിയായിട്ട് എന്താ പറയുക പ്രകാശിക്കുന്ന രീതിയിൽ കിട്ടുകയുള്ളൂ. വൈറ്റ് ഉപയോഗിക്കുന്നതോടുകൂടി അതിൻ്റെ ട്രാൻസ്പാരൻസി നഷ്ടപ്പെടുകയും എന്താ പറയുക ആ പ്രകാശം അല്ലെങ്കിൽ എന്താ പറയുക എനർജറ്റിക് ആയിട്ടൊരു അവസ്ഥ നഷ്ടപ്പെടുകയും മങ്ങിയതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ 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 അപ്പോൾ വൈറ്റും ബ്ലാക്കും നമ്മൾ ഉപയോഗിക്കരുത്. വൈറ്റും ബ്ലാക്കും നിങ്ങളുടെ പറഞ്ഞോ പറഞ്ഞോ പറയോ വൈറ്റും ഒരു സെക്കൻഡ് എല്ലാവരോടും കൂടി പറയുന്ന ഒരു കാര്യം, വൈറ്റും ബ്ലാക്കും നമ്മൾ വാട്ടർ കളറിൽ ഉപയോഗിക്കരുത്. വൈറ്റും ബ്ലാക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം മങ്ങിയതായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് രണ്ടും മാറ്റി വെക്കുക. അത് രണ്ടും ബോക്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ വാട്ടർ കളർ ഉപയോഗിക്കാൻ. ഓക്കെ, പറഞ്ഞോ മോൾ പറഞ്ഞോ. സാർ ഈ വരയ്ക്കുമ്പോ കുറച്ച് ഡാർക്ക് ആക്കി വരയ്ക്കോ, കാണാൻ പറ്റുന്നില്ല. തീർച്ചയായും ഡാർക്കായിട്ട് വരക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ ഔട്ട്ലൈൻ ഇവിടെ ചെയ്യാം. നെക്സ്റ്റ് രഞ്ജു സാർ അൺമ്യൂട്ട് ആയി പോകുന്നുണ്ട് അല്ലേ? ഡാർക്ക് ആയിട്ടൊന്ന് വരയ്ക്കാമോ? തീർച്ചയായും ഞാൻ ഡാർക്കായിട്ട് വരക്കാം കേട്ടോ. ഇപ്പം ഇവിടെ എങ്ങനെയാണ് ഞാൻ ഔട്ട്ലൈൻ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് വർണ്ണങ്ങളിലേക്ക് പോവാം. ഇപ്പം ഞാനിവിടെ എന്താ ചെയ്ത ഒരു സർക്കിൾ വരച്ചു. എല്ലാ ചിത്രങ്ങളിലും ശ്രദ്ധിക്കേണ്ടതായ രീതിയാണിത്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്ന് പറയുന്ന ശൈലിയിൽ, അതായത് നമ്മൾ ഓരോ ചിത്രത്തിൻ്റെ ഭാഗവും നോക്കി കണ്ട് മനസ്സിലാക്കി വരക്കുന്ന ഒരു രീതി, അതിന് പറയുന്ന പേരാണ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്. അപ്പം അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു ചിത്രത്തിന് ഒരു സർക്കിൾ പറഞ്ഞോ. പിന്നെ ഈ റെഡ് യൂസ് ചെയ്യുമ്പോ ക്രിംസണിലേക്ക് യൂസ് ചെയ്താ പോരെ? തീർച്ചയായിട്ടും ക്രിംസണിലേക്ക് ഉപയോഗിക്കാം. അതൊരു പിങ്ക് കളർ പോലെ വരിക? അതെ, തീർച്ചയായിട്ടും പിങ്ക് കളർ പോലെ വരിക. ഗ്രീൻ ഏതാ യൂസ് ചെയ്യേണ്ടത്? സാപ്പ് ഗ്രീൻ ഉപയോഗിക്കാം. സാപ്പ് ഗ്രീൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. യെല്ലോ ലെമണിൽ ഉപയോഗിക്കാം. ഓക്കെ, റെഡ് ക്രിംസൺ ലേക്ക് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇനി അല്ലെങ്കിൽ ക്രിംസൺ ലേക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള റെഡ് ഏത് ഉപയോഗിക്കാം. ക്രിംസൺ ലേക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, പറഞ്ഞോ. എനിക്ക് ഈ വരയ്ക്കുമ്പോ ഇച്ചിരി പാഴാണ് മനസ്സിലാക്കി എടുക്കുക ഈ വരയ്ക്കണ സാറ് വരക്കുന്ന സാധനം അല്ലേ? ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് വരക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ കൊച്ചു കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്, എളുപ്പത്തിൽ വരക്കാൻ പറ്റുന്ന ഒരു രീതി ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഒരു ചിത്രം വരയ്ക്കുമ്പം പറഞ്ഞോ. ഈ ഒരു ഫ്ലവർ ആണ് വരക്കുന്നത്, താഴെയുള്ള രണ്ടാമത്തെ ഫ്ലവർ. സ്റ്റക്ക് ആവുന്നുണ്ട് ക്യാമറ അത് അവിടെ നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. നെറ്റ് കുറവുണ്ടെങ്കിൽ അവിടെ സ്റ്റക്ക് ആവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രമാണ് കേട്ടോ നമ്മൾ വരക്കുന്നത്. ഈ ഒരു ചിത്രം മുഴുവനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. ഈ ഒരു ചിത്രം ഇന്ന് വരച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ ഇതുകൂടി വരച്ചിട്ട് അയക്കാം. നെക്സ്റ്റ് ആയില്ലേ? ഓക്കെ, എല്ലാവരും പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം നമ്മളിവിടെ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സർക്കിൾ വരച്ചു അല്ലേ? ഈ ഒരു ചിത്രം കാണുന്നത് മുഴുവനായിട്ടും വരുമ്പോൾ ഒരു സർക്കിൾ രൂപത്തിലാണുള്ളത് അല്ലേ? ഒരു സർക്കിൾ രൂപത്തിലാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു സർക്കിൾ ഇവിടെ വരച്ചു. ഇനി അതിൻ്റെ ഓരോ ഭാഗവും അടയാളപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഈ ഒരു വൃത്തം വരച്ചത് സിമ്പിളായിട്ട് വരക്കാനുള്ള ഒരു കാര്യം ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഈ രീതിയിൽ ഇതിൻ്റെ ദളുകൾ അല്ലെങ്കിൽ പെറ്റൽസ്, ദളങ്ങൾ എന്നൊക്കെ പറയാം, അത് വരക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് മുതിർന്നവർക്കൊക്കെ ഇത് എളുപ്പത്തിൽ വരക്കാൻ പറ്റും. കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ ഒരു ചിത്രം, ഇവിടെ എന്താ പറയുക, സർക്കിൾ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. സിമ്പിളായിട്ട് എങ്ങനെ ഈ ഒരു ചിത്രത്തെ ഉൾപ്പെടുത്താം എന്ന് കാണിച്ചു തരാം. നമ്മൾ ഇന്ന് വാട്ടർ കളർ ഉപയോഗിച്ചിട്ടാണ്, വാട്ടർ കളറിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഞാനിവിടെ ഒന്നുകൂടി പറയാം. ഇപ്പോൾ
അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫ്ലവർ വരക്കാം. ഈ രീതിയിൽ നമ്മൾ ഓരോ പെറ്റൽസും വരക്കുക. പിന്നീട് അതിൻ്റെ തണ്ട് താഴേക്ക് വരുന്ന ഭാഗം വരക്കുക. പിന്നെ ലീഫ് വരക്കുക. എളുപ്പത്തിൽ ട്രൈ ചെയ്യുക. എളുപ്പത്തിൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, ട്രൈ ചെയ്യുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷേ ഓരോ ചിത്രത്തിലും വരച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഭംഗിയായിട്ട് വരയ്ക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു എളുപ്പം എങ്ങനെ ഈ ഒരു ചിത്രം വരക്കാം എന്ന് പറഞ്ഞു. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഇല്ലാതെ രീതിയിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഒരു സർക്കിൾ വരയ്ക്കുക, അതിൻ്റെ സെൻറ്ററിൽ വേറൊരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറേ ഈ ഇതളുകളൊക്കെ ഇങ്ങനെ മടങ്ങി ബെൻഡായിട്ടൊക്കെയാണ് ഉള്ളത് അല്ലേ. അപ്പം അങ്ങനെ ബെൻഡൊന്നും ആവാത്ത രീതിയിൽ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു സർക്കിൾ ഇവിടെ വരക്കാം. സർക്കിൾ ഒരു ഓവൽ ഷേപ്പ് വരക്കാം. ഇവിടെയും ഒരു ഓവൽ ഷേപ്പ് വരക്കുക. ഇവിടെയും ഒരു ഓവൽ ഷേപ്പ്, ഇവിടെയും ഒരു ഓവൽ ഷേപ്പ്. ഈ രീതിയിൽ വരക്കാം. 4 മുട്ട പോലെ നമ്മൾ വരക്കുക. 4 മുട്ട. ഓക്കെ, കാണുന്നുണ്ടല്ലോ എല്ലാവരും? ഞാൻ കുറച്ചും കൂടി തിക്കായിട്ട് വരക്കാം കേട്ടോ. 4 മുട്ട പോലെ ഞാൻ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ സെൻറ്ററിലൊരു സർക്കിളും ഉണ്ട് കേട്ടോ. സെൻറ്ററിലൊരു വൃത്തമുണ്ട്. ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതിനേക്ക് ചേർക്കുക. ഇങ്ങനെ ചേർത്തു. ഇനി താഴ്ന്നും ഈ രീതിയിൽ ഇങ്ങനെ ചേർത്തു. ഇവിടെയും ചേർക്കുക. ഈ രീതിയിലും വരക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ മടങ്ങി ഒടിഞ്ഞു വരുന്ന രീതിയിലുള്ള എന്താ പറയുക, പെറ്റൽസ് ഇങ്ങനെ ബെൻഡായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ രീതിയിൽ വരച്ചിട്ടും നമ്മൾ കളർ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ വരക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ അല്ലേ? എന്താ അഭിജിത്ത് സംസാരിക്കാം കേട്ടോ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ വരക്കാം. പിന്നെ എന്നിട്ട് ചെറിയ നേരിയ ലൈൻസ് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ എൻഡ് ഭാഗത്ത് കുറച്ചിങ്ങനെ പൊന്തിച്ചു കൊടുക്കുക. അഭിജിത്തെ സംസാരിക്കാം കേട്ടോ, സൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ ഈ ഒരു രീതിയിലും നമുക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ബെൻഡായിട്ടൊക്കെ വരുന്ന കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ രീതി ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ മൊട്ട്, ലീഫ് കുറച്ച് ഭാഗമാണെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. അഭിജിത്തെ സംസാരിക്കാം. ഇങ്ങനെ വരക്കാട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ സർക്കിൾ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ വരക്കാം. എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ സർക്കിൾ ഉപയോഗിച്ച് വരച്ചതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമ്മൾ എറേസ് ചെയ്തിട്ട് ഒഴിവാക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം സർക്കിൾ വരയ്ക്കുമ്പം ലൈറ്റായിട്ടുള്ള പെൻസിൽ, HB പോലുള്ള ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിക്കുക. എന്നിട്ട് ഈ ഭാഗം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണല്ലേ ഇത്, അത് എറേസ് ചെയ്ത് ഒഴിവാക്കുക. അഭിജിത്തെ സൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, മൈക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സംസാരിക്കാം. ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് ഷാർപ്പ് ചെയ്യാൻ ശ്രമിക്കാം. സാർ പറഞ്ഞോ, കേൾക്കാം. സ്റ്റെമ്പ് ഒന്നുകൂടെ വരച്ചു കാണിക്കുവോ? സ്റ്റെം ആണോ? ആ സ്റ്റെം. ഓക്കെ, ഈ ഒരു ഭാഗം ഇവിടെ നമ്മുടെ ഈ ഒരു തിക്കായിട്ട് വരുന്നുണ്ട് അല്ലേ. മുകൾ ഭാഗം കുറച്ച് തിക്കായിട്ടാണ് വരുന്നത്. പിന്നെ താഴെ തിന്നായിട്ട് വരും. പിന്നെ ഇവിടെ ഒരു ലീഫ് ഉണ്ട്. ഈ ഒരു ഭാഗത്തൊരു ലീഫ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലും ഒരു ലീഫ് വരുന്നുണ്ട്. ഈ 2 ലീഫും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ഇത് കുറച്ച് താഴെയാണുള്ളത്, മറ്റേ ലീഫ് കുറച്ച് മുകളിലേക്കായിട്ടാണ് ഉള്ളത്. ലീഫിൻ്റെ പ്രത്യേകത കണ്ടില്ലേ? നീളത്തിലാണ് ഉള്ളത് അല്ലേ. ഓക്കെ, അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
ലീഫിന് നമ്മൾ സെൻറ്ററിൽ ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ അത് ആദ്യം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ മറ്റ് രണ്ട് ഭാഗമുള്ള ലൈൻസ് കൂടി വരച്ചിട്ട് പൂർത്തിയാക്കാൻ പറ്റും. ഓക്കെ, ഈ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഔട്ട്ലൈനിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇവിടെയൊക്കെ വർണ്ണങ്ങളിലുള്ള വ്യത്യാസം, ഇനി വർണ്ണങ്ങൾ എങ്ങനെ ചെയ്ത് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. നമ്മൾ വാട്ടർ കളർ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, വാട്ടർ കളറിൻ്റെ പ്രത്യേകത ഉപയോഗിക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലൈറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഡാർക്ക് കളേഴ്സ് ചെയ്യാൻ. ലൈറ്റ് ടു ഡാർക്ക് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കഴിഞ്ഞ പെൻസിൽ ഡ്രോയിങ്ങിനും കളർ പെൻസിൽ ഡ്രോയിങ്ങിനും ഒക്കെ സംസാരിച്ചിരുന്നു അല്ലേ? ലൈറ്റ് ടു ഡാർക്ക്, ലൈറ്റ് വർണ്ണങ്ങൾ ആദ്യം ഉപയോഗിച്ചിട്ട് ഡാർക്ക് വർണ്ണം ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ലൈറ്റ് വർണ്ണം ഉണ്ടാക്കുക? ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ക്രിംസൺ ലേക്ക് എന്ന് പറയുന്ന കളറാണ് ഉള്ളത്. ഏതാണ്ട് നമുക്ക് ഈ ഒരു ചിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കളറാണ് അല്ലേ, പിങ്ക് പോലുള്ള കളർ. ഇതെങ്ങനെയാണ് ലൈറ്റ് കളർ ഉണ്ടാക്കുക? അതിന് നമ്മൾ വെള്ളം ഉപയോഗിക്കാം. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് ചെയ്യാം. ലൈറ്റ് കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് ആവശ്യമായ 3 കളറാണ് അല്ലേ? റെഡ്, യെല്ലോ, അതുപോലെ ഗ്രീന്. ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഗ്രീനിൻ്റെ ടോൺ ഉണ്ട്, പിന്നെ ഗ്രീനും ഉണ്ട് അല്ലേ? അപ്പോൾ ഗ്രീനും യെല്ലോവും റെഡും ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. വേറൊരു കളറും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ കളർ ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പറഞ്ഞോ. ഒന്നും കൂടി വരയ്ക്കോ? എനിക്ക് വരച്ചത് മനസ്സിലായില്ല. ലീഫാണോ? ലീഫ് അല്ല, ഫ്ലവറോ? ഫ്ലവർ. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും ഫ്ലവർ മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണേ. ഫ്ലവർ വരക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ഒരു തവണ കൂടി കാണിച്ചു തരാം. ഓക്കെ, വേറെ ആയിരിക്കും ആ കൺഫ്യൂഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഫ്ലവർ ഹലോ സാർ. പറഞ്ഞോ. ഹലോ സാർ, ഈ ഫ്ലവർ മേളിലും താഴെയായിട്ട് രണ്ടെണ്ണം ഇല്ലേ? അത് രണ്ടും നമ്മൾ വരയ്ക്കുവോ? വേണ്ട, ഒന്ന് വരച്ചാൽ മതി. ഈ താഴെയുള്ളത് വരച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഫ്ലവർ സാർ, വരയ്ക്കും. ഞാൻ മുണ്ടേക്കുള്ളത് വരയ്ക്കാൻ ഇച്ചിരി സ്പേസ് വിട്ടിട്ടാ താഴെയുള്ളത് വരച്ചേ. ഓക്കെ, കുഴപ്പമില്ല. ഇന്ന് വർണ്ണങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഔട്ട്ലൈനിനും പ്രാധാന്യമുണ്ട്. ഓക്കെ, എങ്കിലും വർണ്ണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിവിടെ ഈ ഒരു ഫ്ലവർ ഒന്ന് വലുതായിട്ട് വരച്ച് കാണിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സർക്കിൾ രൂപത്തിലാണ് നമുക്കിവിടെ ഫ്ലവർ കാണാൻ പറ്റുന്നത് അല്ലേ? ഈ ഒരു സർക്കിൾ രൂപത്തിലാണ് ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉള്ളത്. ഇപ്പോൾ ഞാൻ അവിടെ ഒരു സർക്കിൾ വരച്ചു. പിന്നെ നമുക്ക് ഓരോ ലീഫും എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കണം. ഇവിടെ സെൻറ്റർ ഭാഗം എവിടെയെങ്കിലും അവിടെ അളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സർക്കിൾ വരച്ചു, അതുപോലെ സെൻറ്റർ അടയാളപ്പെടുത്തി. പിന്നെ 4 ലീഫ് ഉണ്ട്. പറഞ്ഞോ. പേപ്പർ അങ്ങോട്ട് നീക്കി വെക്കാമോ? ഓക്കെ, വരക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഒരു ഫ്ലവർ വരക്കുന്നത് ഒന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ വർണ്ണത്തിലേക്ക് പോകും. നമ്മളെ സമയം കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, വാട്ടർ കളർ ഉപയോഗിക്കുമ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഔട്ട്ലൈനൊക്കെ ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല കളർ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിച്ച് സമയമെടുത്ത് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പറഞ്ഞു. ഞാനിവിടെ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഈ ഫ്ലവറിന്റെ ഔട്ട്ലൈൻ വരക്കുന്നു. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ തണ്ടൊന്ന് കാണിച്ചു തരുമോ?
ഓക്കെ ഓക്കെ, ഫ്ലവറിൻ്റെ കൂടെ അതിൻ്റെ തണ്ട് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് എങ്ങനെയാണ് ഉള്ളത് നോക്കുക. ഒരു പ്രത്യേകതയുണ്ട് അല്ലേ, സാധാരണ ഉള്ള ലീഫ് പോലെയല്ല ഈ ഒരു പെറ്റൽസ് ഉള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആദ്യ സമയത്ത് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ടൊക്കെ ചെയ്ത് ശീലിക്കണം കേട്ടോ. നമ്മൾ അവിടെ പെൻസിൽ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ, അതായത് ഒഴുക്കായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പരിശീലിക്കണം. അവിടെ നമ്മൾ എക്സസൈസിൻ്റെ ഒക്കെ പ്രാധാന്യം അവിടെയാണ്. എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഫ്ലവറൊക്കെ എളുപ്പത്തിൽ വരക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പം അതിൻ്റെ കാരണം നമ്മൾ ആ ഞാനിവിടെ ഫ്ലവറിൻ്റെ ഈ ഒരു പെറ്റൽസ് വരച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മുകളിലത്തെ പറഞ്ഞോ, കേൾക്കാം. ആ ഓക്കെ ഓക്കെ ഓക്കെ, വരച്ചു അല്ലേ. ഓക്കെ, നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ സിമ്പിളായിട്ട് എങ്ങനെ വരക്കാമെന്ന് കാണിച്ചത് വരച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു പെറ്റൽസ് ഞാനിവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സർക്കിളിനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പെറ്റൽസിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ലൈൻസുകൾ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഇവിടെ പെറ്റൽസ് കിട്ടി അല്ലേ. പെറ്റൽസിൻ്റെ ഒരു ഇത് കിട്ടി, ഒരു ഔട്ട്ലൈൻ കിട്ടി. പിന്നെ ഈ സെൻറ്റർ ഭാഗം കുറച്ച് താഴേക്ക് കുഴിഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഡാർക്ക് കളേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കത് കുഴിഞ്ഞതായിട്ടും പിന്നിലേക്ക് പോയതായിട്ടൊക്കെ തോന്നുന്നത്. ഓക്കെ, ഞാൻ കളറ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്ലോസ് ആയിട്ട് വെക്കാം കേട്ടോ ക്യാമറ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ പെറ്റൽസ് വരക്കാം. പിന്നെ തണ്ടിൻ്റെ കാര്യം അല്ലേ, തണ്ട് ഞാനിവിടെ വരക്കാം കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്താണ് തണ്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു ലൈൻ ഇട്ടു. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണ് തണ്ട് വരേണ്ടത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അതിൻ്റെ രണ്ട് ഭാഗവും നമുക്ക് എവിടെയൊക്കെ വരണം, എവിടെയൊക്കെയാണ് അതിൻ്റെ ജോയിന്റ് വരുന്നത്. ഇവിടെ ഒരു ജോയിന്റ് വരുന്നത് അല്ലേ, ഈ ഒരു ലീഫിൽ നിന്നും ഈ ഒരു പെറ്റൽസിൽ നിന്നും താഴേക്ക് വരുന്ന ഭാഗത്തൊരു എന്താ പറയുക, തിക്കായിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതായത് അതിൻ്റെ ഒരു ജോയിന്റ് ഇവിടെ ഈ ഒരു മൊട്ടിലേക്ക് വരുന്ന ഒരു ജോയിന്റ്. അപ്പം അതാണ് അവിടെ തിക്കായിട്ട് വരുന്നത്. ഇവിടെ മൊട്ട് വരുന്നുണ്ട്. പിന്നെ മുട്ടിൻ്റെതായിട്ടുള്ള ഒരു തണ്ട് താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു തണ്ട്, നമ്മുടെ ഫ്ലവറിൻ്റെ തണ്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറകിൽ ഇവിടെ വരുന്ന ഈ ഒരു ഫ്ലവറിൻ്റെ തണ്ടാണ് ഇതിൻ്റെ പിറകിലായിട്ട് കാണുന്നത്. അതിപ്പോൾ നമ്മൾ വരക്കുന്നില്ല. നമ്മൾ അതിൻ്റെ താഴെയുള്ള തണ്ട് സാറേ വരക്കാം. പറഞ്ഞോ. സാറേ, പൂവിന്റെ ഷേപ്പും തണ്ടും മേലെയും പിന്നെ അതിന്റെ നടുക്ക് മറ്റേ ഡാർക്ക് സാധനം വെച്ച് ചെയ്ത് കഴിഞ്ഞത് രണ്ടാമത്തെ പൂ വരച്ച് നോക്കിക്കോട്ടെ. വരച്ചോ, കുഴപ്പമില്ല കേട്ടോ, വരക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു തണ്ടിൻ്റെ ഭാഗം വരച്ചു. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ഇപ്പം നമ്മൾ പെറ്റൽസും ഇതളുകളും അതുപോലെ ഇതിൻ്റെ തണ്ടും വരച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് കളർ ചെയ്യാം. ഞാനിവിടെ വേറൊരു പേപ്പർ എടുക്കുന്നുണ്ട്. ഞാൻ ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേപ്പർ, ഇത് കുറച്ച് തിക്കായിട്ടുള്ള പേപ്പറാണ്. വാട്ടർ കളർ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് തിക്കായിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ നമ്മൾ കളർ ചെയ്ത് നോക്കാം. കളർ ചെയ്യുമ്പം ലൈറ്റ് ടു ഡാർക്ക് എന്ന രീതിയിൽ വേണം നമ്മൾ കളർ ചെയ്യാൻ. ആദ്യം ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കണം. ലൈറ്റ് കളേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക? വെള്ളം ചേർത്തിട്ട് നമ്മൾ ലൈറ്റ് ആക്കണം. ഞാനിവിടെ ക്രിംസൺ ലേക്ക് ഈ ഒരു കളറ് ഇവിടെ എടുത്തു. റെഡിൻ്റെ മറ്റൊരു ടോൺ, പിങ്ക് പോലുള്ള ഒരു ടോൺ. ഇപ്പോൾ ഞാനിവിടെ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം അല്ലേ, ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. പിങ്ക് കളർ ഇവിടെ ഞാൻ വെള്ളം ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഇത് ലൈറ്റായിട്ട് വരുന്നുണ്ടാവും. വെള്ളം ചേർക്കുന്നതിനനുസരിച്ച് ലൈറ്റ് ആയിട്ടും, കൂടുതൽ വെള്ളം ചേർത്തപ്പോൾ ഇവിടെ ലൈറ്റ് ആയിട്ട് കളർ കിട്ടി അല്ലേ. ഇനി വെള്ളം കുറച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് കിട്ടും. അപ്പോൾ വെള്ളം ഇവിടെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. വെള്ളം ഒരു പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഞാൻ വെള്ളം കുറച്ചുകൂടി അടുത്തോട്ട് വെക്കാം. ഓക്കെ, വെള്ളം കാണുന്നുണ്ട് അല്ലേ. വാട്ടർ കളർ, വെള്ളം പ്ലസ് കളർ, അതാണ് വാട്ടർ കളർ.
അപ്പോൾ വെള്ളം എത്രത്തോളം നമ്മൾ ചേർക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ കളർ ലൈറ്റ് ആയിട്ട് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ലൈറ്റ് ടോൺ ആദ്യം ഉപയോഗിക്കുക, ഡാർക്ക് ടോൺ പിന്നീട് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഞാനിവിടെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന കളറിന്റെ ഒരു സാമ്പിൾ ഇവിടെ ചെയ്ത് വെക്കുന്നുണ്ട്. അല്ലേ, നമുക്ക് ഇവിടെ ഇപ്പോൾ എൻ്റെ ബ്രഷിൽ ഇതാണ്, ഈ കളറാണ് ഉള്ളത്, ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള കളർ. അപ്പം ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള കളർ ആയിരിക്കണം നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഡാർക്ക് ആക്കാൻ പിന്നീട് ഡാർക്ക് കളറാണ് ആദ്യം ഉപയോഗിച്ചെങ്കിൽ പിന്നീട് ലൈറ്റ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതാണ് ഈ വാട്ടർ കളറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ലൈറ്റ് ടു ഡാർക്ക് എന്ന രീതിയിൽ വേണം ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ട് അല്ലേ? ഇപ്പം ഞാനിവിടെ ഈ ഒരു കളർ ആദ്യം ഉപയോഗിക്കും, പിന്നെ എന്ത് ഉപയോഗിക്കും, ഞാനിവിടെ കളർ തന്നെ കാണിച്ചു തരാം കേട്ടോ. കളർ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള രീതിയിൽ തന്നെ കാണിച്ചു തരാം. ഓരോ ബോക്സ് വരച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെയർ ടെസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ, കേൾക്കാം. റെഡ് ലൈറ്റ് ആവുന്നില്ല. ലൈറ്റ് വെള്ളം ചേർക്കുക, വെള്ളം ചേർത്താൽ ലൈറ്റ് ആവും. ഇത് കാണുന്നില്ലേ, ഞാനിപ്പം കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ അത് ലൈറ്റ് ആയിട്ട് വരുന്നതാണെന്നില്ലേ? പറഞ്ഞോ പറഞ്ഞോ. ചേർത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ലൈറ്റ് ആവുന്നില്ല. വെള്ളം വെ- ചേർത്തു. വെള്ളം കൂടുതൽ ചേർക്കുക, വെള്ളം ചേർക്കുന്നതിനനുസരിച്ചിട്ട് ലൈറ്റ് ആവും. ഞാൻ വെള്ളം കുറച്ചപ്പോൾ എന്തായി, ഇതാ ഇവിടെ കുറച്ച് ഡാർക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കാണിച്ചു തരാം. വെള്ളം മാമി 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 സൗണ്ട് കിട്ടി. ഓക്കെ, വെള്ളം ഞാൻ കുറച്ചപ്പോ നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞോ. എനിക്കിത് ഈ ഒരു ഷെയ്ഡാണ് കിട്ടണത്. അതിവിടെ കാണാൻ സാധിക്കുന്നില്ല, ഫ്രെയിം കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. ഒരുപാട് പേരുള്ളത് കൊണ്ട് ആ ഒരു ഫ്രെയിം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് കാണുന്നുണ്ടോ, കളർ കാണുന്നുണ്ടോ മോള്? കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ ആദ്യം വെള്ളം കൂടുതൽ ചേർത്തപ്പോൾ നമുക്ക് ലൈറ്റ് കളർ കിട്ടി. ഞാൻ കുറച്ച് വെള്ളം കുറച്ചപ്പോൾ കിട്ടി. ഓക്കെ, ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കണേ. അത് ഞാൻ തുടങ്ങിയില്ല, ചിത്രം തുടങ്ങുന്നതിന് മുമ്പേ ലൈറ്റ് കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കും, ഡാർക്ക് കളേഴ്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ വെള്ളം കുറച്ചുകൊണ്ട് വീണ്ടും ഞാൻ കുറച്ചുകൂടി വെള്ളം കുറച്ചു, അതായത് കളർ മാത്രം കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, കളർ മിക്സ് ചെയ്യുമ്പോൾ എന്തായി, നമുക്ക് കുറച്ചും കൂടി ഡാർക്കായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ വാട്ടർ കളർ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ആദ്യം ഇവിടെയുള്ള കളറും പിന്നീട് ഇവിടെയുള്ള കളറും ആക്കരുത്. ആദ്യം നമ്മൾ ഫസ്റ്റ് വെള്ളം കൂടുതൽ ചേർത്തുകൊണ്ട് ലൈറ്റ് കളേഴ്സ് ആക്കാൻ ശ്രമിക്കുക, പിന്നീട് പതുക്കെ ഡാർക്ക് കളേഴ്സ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ കുറച്ചും കൂടി വെള്ളം കുറച്ചു, നന്നായിട്ട് ഡാർക്ക് ആയിട്ടുള്ള കളർ ഒന്നുകൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ കളറിൽ കളർ ഉപയോഗിക്കേണ്ടത്. ഞാൻ അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതൊന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് ചിത്രത്തിലേക്ക് പോകാം. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചു, ഒന്നാമത്തെ കളർ ഇത് ഉപയോഗിച്ചു, രണ്ട് നമ്മൾ ഇത് ഉപയോഗിച്ചു, മൂന്നാമത് വെള്ളം കുറച്ചു, നാലാമത് വീണ്ടും വെള്ളം കുറച്ചു, അങ്ങനെ നമുക്ക് ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ കളർ ഉപയോഗിക്കേണ്ടത്. പറഞ്ഞോ, കേൾക്കാം. ഈ കളറാണോ പിങ്ക് ആണ്, അതെ അതെ, അതിൽ വെള്ളം കൂടുതൽ ഉപയോഗിച്ചിട്ട് ലൈറ്റ് കളേഴ്സ് ആക്കുക, വെള്ളം കുറച്ചിട്ട് ഡാർക്ക് കളേഴ്സ് ആക്കുക. ഓക്കെ, അതെ അതെ, പിങ്ക് കളർ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ എൻ്റെ ബ്രഷ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പം കണ്ടില്ലേ, എൻ്റെ ബ്രഷിലുള്ള കളർ വന്നപ്പോൾ നമ്മുടെ കളറ് മാറി അല്ലേ, നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് മാറി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. എല്ലാവരും പതുക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്പർ ഇട്ട പോലെ തന്നെയാണ് ഞാനിവിടെ കളർ ഉപയോഗിക്കുന്നുണ്ടാവുക, നമ്പർ ഉപയോഗിച്ചിട്ട് പോലെയാണ് കളർ ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ, പറഞ്ഞോ. സാർ എന്റെ അടുത്തുള്ളത് ക്രിംസൺ ആണ്. ക്രിംസൺ ലേക്ക് അത് ഉപയോഗിക്കാം കേട്ടോ, അത് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് പറഞ്ഞത് ഏതാ, ഏറ്റവും കൂടുതൽ വെള്ളം ചേർത്തുകൊണ്ട് കളർ കുറച്ച് ഉപയോഗിച്ചു, വെള്ളം കൂടുതൽ ഉപയോഗിച്ചു. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ കളർ ചെയ്തു. രണ്ടാമത്തത് അതിന് ശേഷം വെള്ളത്തിൻ്റെ അളവ് കുറച്ചു, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കളറും പിന്നീട് അതിലും കുറച്ചിട്ട് വെള്ളം കുറച്ചിട്ട് മൂന്നും അങ്ങനെ ഉപയോഗിച്ചു അല്ലേ? ഇതേ രീതിയിൽ നമ്മൾ ആദ്യം ഏത് ഉപയോഗിക്കണം, ഒന്നാമത്തെ കളർ ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കും, വെള്ളം കൂടുതൽ ചേർക്കും എന്നിട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഞാൻ പതുക്കെ അത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഏറ്റവും ലൈറ്റ് കളേഴ്സ് ആദ്യം ഉപയോഗിക്കും. അത് എവിടെയാണ് വരുന്നത് നോക്കുക, ഏറ്റവും ലൈറ്റ് കളേഴ്സ് എവിടെയൊക്കെ വരുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കണം അല്ലേ, മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ ഈ ഫ്ലവറിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് ക്യാമറ ഇത് ചെയ്ത കേട്ടോ, ഒന്ന് ക്യാമറ ഡൗൺ ചെയ്ത് ഒരു സെക്കൻഡ്, ഒന്ന് ക്യാമറ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ഒക്കെ തരാം.
ഓപ്പൺ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ പാലറ്റ് ഇവിടെയുണ്ട്. നമ്മൾ ആദ്യം ഫ്ലവർ ആണ് ചെയ്യുന്നത്. ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് കളേഴ്സ് ആദ്യം ഉപയോഗിക്കും, പിന്നീട് ഡാർക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഞാനിവിടെ പാലറ്റിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് കളേഴ്സ് എടുത്തു. വെള്ളം കൂടുതൽ, നല്ല വെള്ളമുണ്ട് അല്ലേ, നന്നായിട്ട് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇവിടെ ഈ ലൈറ്റ് കളേഴ്സാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ ഔട്ട്ലൈൻ ഒക്കെ ഇട്ട് വെച്ചു. ഓക്കെ, അവിടെ എവിടെയൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് നോക്കുക. എന്നിട്ട് അവിടെയൊക്കെ ഈ ലൈറ്റ് കളേഴ്സ് അപ്ലൈ ചെയ്യാം. പതുക്കെ ചെയ്താൽ മതി, സമയമെടുത്ത് ചെയ്യുക. വാട്ടർ കളറിൽ രണ്ട് രീതിയിൽ ചെയ്യാം. നനഞ്ഞ പിന്നെ കളറുകൾക്ക് മുകളിൽ വീണ്ടും കളർ ചെയ്തുകൊണ്ടും ചെയ്യാം. ഓരോ കളറും ഉണങ്ങിയതിന് ശേഷം, ഡ്രൈ ആയതിനു ശേഷം വീണ്ടും ചെയ്യാം. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ വാട്ടർ കളർ ഉപയോഗിക്കാം. വെറ്റ് ഓൺ വെറ്റ് എന്നും വെറ്റ് ഓൺ ഡ്രൈ എന്നൊക്കെ പറയും. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന രീതി നിങ്ങളെല്ലാവരും നോക്കുക. ലൈറ്റ് കളേഴ്സ് ആദ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വെള്ളം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വാട്ടർ കളറിൽ. നമ്മൾ വെള്ളം ചേർക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ലൈറ്റായിട്ടും ഡാർക്കായിട്ടും ഒക്കെ കിട്ടുന്നുണ്ടാവും. നമ്മൾ വാട്ടർ കളറിൻ്റെ പേര് തന്നെ വാട്ടർ, വെള്ളമാണ് ആദ്യം വരുന്നത് അല്ലേ. അപ്പോൾ അത് വെള്ളത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യം അത്രത്തോളം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ മറ്റ് കളേഴ്സ് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ വാട്ടർ കളറിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ വീണ്ടും വെള്ളം കുറച്ചുകൂടി ചേർത്തു. ഇപ്പോൾ ആ ഒരു കളർ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ ഒന്നാമത്തെ കളറ്. ഇവിടെ കുറച്ച് മുതിർന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പിന്നീട് ഇത്തരം കാര്യങ്ങളിലുള്ള കൂടുതൽ വ്യക്തത വേണ്ടതുണ്ടാവും. അതൊക്കെ ഞാൻ സ്പെഷ്യൽ ക്ലാസ്സുകളായിട്ടൊക്കെ നമുക്ക് പിന്നീട് കൈകാര്യം ചെയ്യാം കേട്ടോ. കൊച്ചു കൂട്ടുകാരും ഉണ്ട്, അവർക്ക് ഏറ്റവും ലോ ആയിട്ടുള്ള കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണ്ടതുണ്ടാവും. അപ്പോൾ അവർക്കും സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. എല്ലാവരും വരയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ വരച്ച് അയക്കുന്നത് ചിത്രങ്ങൾക്ക് നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞോ പറഞ്ഞോ, കേൾക്കാം. ഞാൻ തിരിഷായി. തിരിച്ചായോ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വാട്ടർ കളറ്, നമ്മൾ ലൈറ്റ് കളർ ഉപയോഗിച്ചു അല്ലേ. ആദ്യം ഏതാ ഉപയോഗിച്ചത്? ഫസ്റ്റ് ഉള്ള ലൈറ്റ്, വെള്ളം കൂടുതൽ ചേർത്തുകൊണ്ട്. ഇനി നമ്മൾ അടുത്ത കളർ ഉപയോഗിക്കും. രണ്ടാമത്തെ നമ്പർ കണ്ടില്ലേ, ഇവിടെ രണ്ടാമത്തെ നമ്പറിലുള്ള കളർ നമ്മൾ ഉപയോഗിക്കും. ഈ ഒരു റൂട്ട്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വാട്ടർ കളർ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനിവിടെ രണ്ടാമത്തെ കളറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം കുറച്ചിട്ടുണ്ട് അല്ലേ, കുറച്ചുകൂടി. അപ്പോൾ കളറ് കുറച്ചുകൂടി ഡാർക്കായിട്ട് കിട്ടി. ഇപ്പം ഞാനിവിടെ ഇവിടെ ഈ ഒരു കളർ ഉപയോഗിക്കുന്നുണ്ട്, രണ്ടാമത്തെ കളറ്. എവിടെയൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ എവിടെയാണ് ആ കളർ ഉള്ളത്? ഈ നമ്മളിപ്പം മിക്സ് ചെയ്തിരിക്കുന്ന കളർ, ഈ ഒരു ടോൺ എവിടെയൊക്കെയാണ് ഉള്ളത് നോക്കുക. എന്നിട്ട് അത് അവിടെ ഉപയോഗിക്കുക. സാർ, പറഞ്ഞോ. ലീഫ് വരയ്ക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഞാൻ ഓരോ ലീഫും പതുക്കെ വരച്ചോണ്ടിരിക്കാം. ഫ്ലവർ അല്ല, ലീഫ് അല്ലേ. സ്റ്റെമ്മിന്റെ ലീഫ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനത് ഈ താഴേക്ക് വരുമ്പോൾ ലീഫിന്റെ അടുക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സാർ, പെൻസിലോണ്ട് വരയ്ക്കുന്നതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാനത് 2 പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ. ഞാനൊന്ന് നോക്കാം കേട്ടോ, ഒറ്റ മിനിറ്റ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുമല്ലോ, അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും കളേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പം.
അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റേജിലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഓക്കെ സർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ, കുഴപ്പമില്ല. ലീഫ് നമുക്ക് നമ്മുടെ സ്റ്റം തണ്ട് വരുന്നത് ഇങ്ങനെയാണ് അല്ലേ? തണ്ട് ഇവിടെ വന്നു. പിന്നെ ഒരു ലീഫ് ഇവിടെ, ഈ ഒരു ലീഫ് നമ്മൾ ഒരു ലൈന് ക്രോസ് ആയിട്ട് ഒരു ലൈൻ, നമുക്ക് ആവശ്യമുള്ള ചെരിവ് മനസ്സിലാക്കുക. ഈ ലീഫ് എത്ര ചെരിഞ്ഞിട്ടാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ലൈന് വരയ്ക്കുക. ഒരു ലൈന് കാണുന്നുണ്ടാവും അല്ലേ? ഞാൻ കുറച്ച് ഡാർക്കായിട്ട് വരക്കാം. ഓക്കെ, ഒരു ലൈന് കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് വെക്കാം കേട്ടോ. ഒരു ലൈന് വരയ്ക്കുക. അതിന് ശേഷം ഇവിടെ എന്താ പറയുക, രണ്ട് ഭാഗത്തും കർവായിട്ട് രണ്ട് ലൈനുകൾ കൂടി വരച്ചാൽ നമുക്ക് ലീഫ് ആവും. ഇങ്ങനെയും വരയ്ക്കുക, നേരെ തിരിച്ച്. ആദ്യം തന്നെ നമ്മൾ ഷാർപ്പായിട്ട് ഡാർക്കായിട്ട് വരയ്ക്കരുത്, ലൈറ്റ് ആയിട്ട് വരച്ച് തുടങ്ങാം. എന്നിട്ട് പതുക്കെ അതിന് ഷാർപ്പായിട്ട് വരയ്ക്കുക, ഡാർക്കായിട്ട് വരയ്ക്കുക. മനസ്സിലായോ? ഓക്കെ. അതുപോലെ ഇവിടെ സെൻറ്ററിലൊരു ലൈൻ ഉണ്ട് അല്ലേ? നമുക്ക് ലൈറ്റ് കളർ ഉപയോഗിക്കാനുള്ള ഒരു ലൈൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ വരച്ചു. അപ്പോൾ നമുക്ക് ലീഫ് കിട്ടിയല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കളറ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ലൈറ്റ് കളേഴ്സ് നമ്മൾ പറഞ്ഞു, ലൈറ്റ് കളേഴ്സ് ആദ്യം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലൈറ്റ് ഒന്നാമത്തെ കളർ ഉപയോഗിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ കളർ നമ്മൾ പതുക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെയാണ് ആ ഒരു കളർ ഉള്ളത്. ഇത് ഇങ്ങനെ എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് നോക്കുക. അവിടെയൊക്കെ നമ്മൾ ആ കളറ് അപ്ലൈ ചെയ്യാം. വാട്ടർ കളറ് ഈ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ലൈറ്റ് കളേഴ്സ് ആദ്യം ഉപയോഗിക്കും, പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ഡാർക്ക് കളേഴ്സ് ഉപയോഗിക്കുകയും ചെയ്താൽ ആർക്കും വാട്ടർ കളർ ചെയ്യാൻ പറ്റും. കൊച്ചു കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ ഇത് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഡാർക്കായിട്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ലീഫ് ഇവിടെ ഇനിയും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഡാർക്ക് കളറൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത കളർ ചെയ്യാം. ഓക്കെ, അടുത്ത കളർ യൂസ് ചെയ്യാം. നമ്മൾ അടുത്ത കളർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത പെറ്റൽസിൽ ഇതളിൻ്റെ മുകളിൽ നമ്മൾ അടുത്ത കളർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കാണുന്നില്ലേ ഡാർക്കായിട്ട് വരുന്നല്ലേ? ഞാൻ അവിടെ എവിടെയൊക്കെയാണ് വരുന്നത് നോക്കി പതുക്കെ ആ ഭാഗം ഡാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ഒരു കളർ ഉപയോഗിച്ചു. നമുക്ക് വേണ്ട ഏകദേശം വേണ്ട ഭാഗത്ത് നമ്മൾ ഉപയോഗിച്ചു. ഇനി നമ്മൾ മൂന്നാമത്തെ ലീഫ്, ഞാൻ അവിടെ വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമ്മുടെ ഈ ഒരു കളർ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ടോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ നമ്പറുള്ള കളറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സാർ, ആ പറഞ്ഞോ. ഈ പെയിന്റ് അടിക്കുമ്പോൾ സ്പ്രെഡ് ആവാണ്. അത് നമ്മൾ പിന്നെ ഓരോന്ന് ഡ്രൈ ആയിട്ട് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഒന്ന് ചെയ്തപ്പോൾ നമ്മൾ ഒരു കളറ് ഏതാണ്ട് ഇവിടുന്ന് ഈ ഒരു ലീഫ് 3 ലീഫും കഴിഞ്ഞ് 4ാമത്തെ ലീഫും പൂർത്തിയായപ്പോൾ മറ്റേ കളറ് ആദ്യം ചെയ്ത കളറൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ നെക്സ്റ്റ് കളറ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായോ? ഡ്രൈ ആവാതെ നമ്മൾ ചെയ്യുമ്പം അത് ബ്ലെൻഡ് ആയിട്ട് വരുന്നുണ്ടാവും, ലയിച്ച് വരുന്നുണ്ടാവും. മനസ്സിലായോ? കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഉണങ്ങാൻ വേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം അടുത്ത കളർ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് കളറ് നമ്മുടെ ഈ രണ്ടാമത്തെ കളറ് ഈ ഒരു ലീഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് 4ാമത്തെ ലീഫ് ചെയ്യാം. സാർ, ആ പറഞ്ഞോ. ഏറ്റവും ഫസ്റ്റ് നമ്പറുള്ള
പിങ്ക് കളർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രഷ് യൂസ് ചെയ്താൽ മതിയോ? റൗണ്ട് ബ്രഷ് ആണോ? അത് ഫ്ലാറ്റ് ബ്രഷ്, ആ റൗണ്ട് ബ്രഷ് അത് ഉപയോഗിച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഇത് ഉപയോഗിച്ചാൽ മതിയോ? ആ മതി മതി, അത് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, പതുക്കെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ലീഫ് കൂടി, ഈ ഒരു പെറ്റൽസ് കൂടി ചെയ്യേണ്ട അല്ലേ, ഈ ഒരു ഇതളും കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അവിടെ അതേ കളർ, ഇപ്പോൾ രണ്ടാമത്തെ നമ്പർ ഉള്ള കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ അവിടെ ഈ ഒരു ലീഫും കൂടി ഉപയോഗിച്ചു. ഇനി നമ്മൾ ഇവിടെ രണ്ടാമത്തെ കളർ നമ്മൾ ഉപയോഗിച്ചു അല്ലേ, രണ്ടാമത്തെ ലെയർ നമ്മൾ ഉപയോഗിച്ചു. ഒന്നാമത്തെ നമ്മൾ ആദ്യം ഉപയോഗിച്ചു, രണ്ടാമത്തെ നമ്മൾ ഉപയോഗിച്ചു. ഇനി മൂന്നാമത്തെ കളർ ഉപയോഗിക്കണം. നമ്മൾ ഈ ഒരു ഇവിടെയായിരുന്നു നമ്മൾ ലീഫ് ചെയ്തത് അല്ലേ, ലാസ്റ്റ് ചെയ്തത് ഈ ലീഫായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് ഈ ഒരു ലീഫ് ഡ്രൈ ആയിട്ടുണ്ടാവും, ഉണങ്ങിയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ആദ്യം ഉപയോഗിച്ച ലീഫ് ഇതായിരുന്നല്ലോ, ഇതള് ഇതാണല്ലോ. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ടാവും. നമ്മൾ ഇങ്ങനെ ചുറ്റിയാണ് കറങ്ങി വന്നു. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴേക്കും ഇത് ഡ്രൈ ആവുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് സർക്കിൾ രൂപത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക, റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കളർ ചെയ്യാം. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ചെയ്യണം, മൂന്നാമത്തെ ചെയ്യണം. മൂന്നാമത്തെ ടോണിന് വേണ്ടി ഞാൻ കുറച്ചും കൂടി വെള്ളം കുറച്ചുകൊണ്ട് കളർ മിക്സ് ചെയ്യുന്നുണ്ട്. നാല് ടോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ മൂന്നാമത്തേന് വേണ്ടി കുറച്ചുകൂടി വെള്ളം കുറച്ചു അല്ലേ, വെള്ളം കുറച്ചു. ഓക്കെ, ഏതാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി വേണം. ഓക്കെ ഓക്കെ, നമ്മൾ മൂന്നാമത്തെ കളർ എടുത്തു. അത് എവിടെയാണ് വരേണ്ടതെന്ന് നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഈ സെൻറ്റർ ഇതിൻ്റെ മധ്യഭാഗത്തുണ്ട്, പിന്നെ ഈ ലീഫിൻ്റെ ഒക്കെ എൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പതുക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് കുറച്ച് കൂടുതലായി പോയ പോലെ ഉണ്ട് അല്ലേ. ഞാൻ കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് കുറച്ച് ഡൗൺ ചെയ്യുന്നുണ്ട്, അതായത് കളർ കുറച്ചൊന്ന് കുറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ലീഫ് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ പതുക്കെ ചെയ്തു തുടങ്ങാം. ഇതിന്റെ അറ്റമാണ് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളത് അല്ലേ. ഞാൻ അത് പതുക്കെ ചെയ്യുന്നുണ്ട്. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ, കേൾക്കാം. ഇതിന്റെ നടുവശം ബ്ലെൻഡ് ആയി പോയി. പേപ്പറിന്റെ നടുവശം അല്ലേ. ഓക്കെ ഓക്കെ, അവിടെയാണ് പേപ്പറിന്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞിരുന്നു പേപ്പർ കുറച്ച് തിക്കായിട്ടുള്ള പേപ്പർ വേണം. ഫ്ലവറിന്റെ അല്ലേ. ഓക്കെ, പേപ്പർ തിക്കായിട്ടുള്ള പേപ്പർ ആണോ? തിക്കാണല്ലേ. ഓക്കെ ഓക്കെ, അത് വെള്ളം കൂടുതൽ വരുമ്പം പേപ്പർ ചിലപ്പോൾ ചുളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക, ഇനി ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ കുറച്ച് ലൈൻസ് ഒക്കെ ഇടുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ ഒരു ലീഫ് ചെയ്തു. ഇനി നെക്സ്റ്റ് ലീഫ് ഉണ്ട് അല്ലേ, നെക്സ്റ്റ് ഈ ഭാഗത്തുള്ള ലീഫ് ഉണ്ട്. ഞാൻ സോറി, ലീഫല്ല, പെറ്റൽസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇതള് ചെയ്യാം. അവിടെ ലൈറ്റ് ആദ്യം ചെയ്തു അല്ലേ, നമ്മൾ എങ്ങനെയാ ചെയ്തത് ഓർമ്മിക്കുക. നമ്മൾ ആദ്യം ഒന്നാമത്തെ നമ്പർ ചെയ്തു, രണ്ടാമത്തെ ചെയ്തു, ഇനിയിപ്പോൾ മൂന്നാമത്തെ ചെയ്യുന്നുണ്ട്.
ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു ലൈന് പോലെ ഉണ്ട്. ഓക്കെ, നമ്മളൊരു ഈ ഒരു എതളും ചെയ്തു. ഇനി അടുത്ത എതൾ ചെയ്യാം. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ എതള് ചെയ്തു. ഇനി ഒരു എതള് കൂടിയുണ്ട്. ഹലോ സാർ. പറഞ്ഞോ. സാർ പറയുന്നത് എനിക്ക് എന്ത് കേക്കാം, പക്ഷെ ഭയങ്കര സൗണ്ട് കുറച്ച് കേൾക്കുന്ന തോന്നുക. അത് ഇവിടെ ഓക്കെ ആണ്, സൗണ്ട് ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. പല സൗണ്ടിന്. ക്ലിയർ ആയിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട്, ആ പക്ഷെ സൗണ്ട് സ്റ്റക്കായിട്ടൊന്നും അല്ല കേൾക്കുന്നത്, ഭയങ്കര പതുക്കെയാ കേൾക്കുന്നത്. ഓ ഒട്ടും വോളിയം ഇല്ലാത്ത കൂട്ട്. ഓക്കെ ഓക്കെ, ഇപ്പോ കേൾക്കാമല്ലോ. ഇപ്പൊ കേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. സാർ ഓക്കെ, പതുക്കെ ചെയ്താൽ മതി. പറഞ്ഞോ പറഞ്ഞോ. സാർ എനിക്കൊന്ന് കേക്കത്തില്ല ക്ലിയർ ആയിട്ട്, വോളിയം കുറവാ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, കറക്റ്റ് കേട്ടോ. ഓക്കെ. ഹലോ സാർ. പറഞ്ഞോ. സാർ, ഞാൻ ഈ പെറ്റൽസ് വരച്ചപ്പം ആ ഈ ഡാർക്ക് കളർ അടിച്ചപ്പോ അതാ ലൈറ്റ് കളറുമായിട്ട് മിക്സ് ആയി. ഓക്കെ, അത് നമ്മൾ അതായത് ഓരോ ടോണും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ മറ്റേത് ഡ്രൈ ആയതിനോ എന്ന് നോക്കണം. ഡ്രൈ ആവാതെ ചെയ്യുന്ന രീതിയും ഡ്രൈ ആയിട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമിൽ ചെയ്യുമ്പം ഇത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ആദ്യം ഓരോ ഭാഗവും ഡ്രൈ ആയതിനു ശേഷം അടുത്ത കളർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ആ രീതിയിലാണ് ചെയ്യുന്നത്. ഓരോ കളറും ഡ്രൈ ആയതിനു ശേഷമാണ് ഞാൻ അടുത്ത കളർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേ രീതി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഡ്രൈ ആവാതെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയും ചെയ്യാം, പക്ഷേ അത് നമുക്ക് ഫസ്റ്റ് ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ, അതായത് നമ്മളിപ്പോൾ മൂന്നാമത്തെ ലെയർ ഇവിടെ ഉപയോഗിച്ചു അല്ലേ. ഇനി ഏതാ ഉള്ളത്? ഒരു ലെയർ കൂടി ഉണ്ട് അല്ലേ. നാലാമത്തെ ഒരു ലെയർ കൂടി ആകുമ്പോൾ നമുക്ക് ചിത്രം ഭംഗിയായിട്ട് കിട്ടാം, ഡാർക്കായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ചുകൂടി വെള്ളം കുറച്ചുകൊണ്ട് കളർ നന്നായിട്ട് കൂടുതലാക്കിക്കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. കളർ നന്നായിട്ട് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. സാറ് ഇവിടുന്ന് അക്രിലിക് പെയിന്റ് മിക്സറിന്റെ അടിയിൽ കളർ പറ്റിയിട്ടുണ്ട്. അപ്പൊ മിക്സറിന്റെ ബുക്കിനകത്തിരുന്നു. അപ്പൊ അതിനകത്ത് കുറച്ച് റെഡും കുറച്ച് ഗ്രീനും ഫ്ലവറിനൊക്കെ ഏറ്റവും താഴെ പറ്റി, ഫ്ലവറിനകത്ത് പറ്റില്ല. കുഴപ്പമുണ്ടോ? വ്യക്തമായില്ല, ഒന്നുകൂടി പറയോ?
ഈ പിക്ചറിന്റെ ഫ്ലവറിനെ എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും ലാസ്റ്റില് അവിടെ കുറച്ച് കളർ പറ്റി കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. ഈ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അതിന് ശേഷം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഞാനിവിടെ 4ാമത്തെ ടോൺ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. 4ാമത്തെ നമ്പർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. സാറേ പറഞ്ഞോ. ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഉം. ഞാൻ ഒന്ന് ഇവിടെ ഓക്കെ ആണല്ലോ, എല്ലാം ഓക്കെ ആണ്. മാക്സിമം വോളിയത്തിലാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അവിടെ സൗണ്ട് ഇഷ്യൂ അവിടുത്തെ ആയിരിക്കാം. ഇവിടെ സൗണ്ട് ഫുൾ വോളിയത്തിലാണ് ഇപ്പോൾ ഇട്ടുള്ളത്. ഇപ്പൊ സ്റ്റക്ക് ആകുന്നുണ്ടല്ലേ? അത് നെറ്റ് ഇഷ്യൂ ആയിരിക്കാം കേട്ടോ. അവിടെയുള്ള നെറ്റ് ഇഷ്യൂ പ്രകാരം ആണ് ഇങ്ങനെ സ്റ്റക്കായി വരുന്നുണ്ടാകാം. ഓക്കെ, ഞാനിവിടെ 4ാമത്തെ ലെയർ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ 4ാമത്തെ ടോൺ ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെള്ളം കുറച്ചു. സാർ ഒട്ടും കേക്കത്തില്ല. അത് നെറ്റ് കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇല്ല, അത് ഭയങ്കര വോളിയം കുറവാ. ഓക്കെ, ഞാൻ ഉറക്കെ പറയാം കേട്ടോ. ഇതുപോലെ തന്നെ ഉറക്കെ പറയാം. ഓക്കെ. ഓക്കെ, ഞാനിവിടെ ഈ 4ാമത്തെ കളർ ഉപയോഗിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുക. അപ്പോൾ അതായത് ഇവിടെ ഡാർക്ക് ഒക്കെ ആയിട്ട് വരുന്ന ഈ 4ാമത്തെ കളർ, ഈ ഒരു കളർ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയുണ്ട്. പിന്നെ ഈ ഒരു ഓരോ ലീഫിൻ്റെയും എൻഡിൽ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് ഞാൻ പതുക്കെ നോക്കിയിട്ട് അത് അവിടെ മാത്രം അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ കുറച്ച് ടോണ് കൂടുതലായി പോയോ എന്നുള്ളതാണ്. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞോ, കേൾക്കാം. പറഞ്ഞോ. ഈ വരച്ചത് ഡ്രൈ ആയിട്ടും ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ സ്പ്രെഡ് ആവാണ്. സെന്റർ ഫുൾ സ്പ്രെഡ് ആയിരിക്കുക. കുഴപ്പമില്ല. പിന്നെ പേപ്പറിന്റെ വേറൊരു ഭാഗത്തേക്ക് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, പേപ്പറിന്റെ തൊട്ടടുത്ത ഭാഗത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹലോ. ഓക്കെ, അപ്പം ഞാനിവിടെ ഈ 4ാമത്തെ കളറ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടല്ലേ, ഇവിടെ ചെറിയ ചെറിയ ലൈൻസ് പോലെയുണ്ട്. പിന്നെ ഈ സെന്ററിൽ വരുന്ന നേരിയ ലൈൻസ് ഉണ്ട്. ചെയ്യാനോ കുട്ടികളോട് എഴുതാണ് ഇങ്ങനെ നോക്കി എഴുതാൻ വയ്ക്കോ? ഓക്കെ, ഇവിടെ ഞാൻ 4ാമത്തെ കളറാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ചിത്രം ഇതേ രീതിയിലായിരിക്കണം നമ്മൾ ഏത് ഡ്രോയിങ്ങിലും ഈ വാട്ടർ കളർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളറ് കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിലും ഇതേ രീതിയിൽ വീണ്ടും പരിശീലിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതേ ഞാനിപ്പം വരക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വരക്കാൻ പറ്റും. ഇപ്പം ഞാൻ 4ാമത്തെ കളറ് പതുക്കെ വേണ്ട ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, വേണ്ട ഭാഗത്ത് മാത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, എല്ലാവരുടെയും ചെയ്യുന്നില്ല. നമ്മൾ ഡാർക്ക് കളർ, അതായത് ഈ 4ാമത്തെ കളർ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് അവിടെ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പറഞ്ഞോ. 2ാമത്തെ ഫ്ലവർ എങ്ങനെ വരയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമോ? 2ാമത്തെ ഫ്ലവറോ? ഓക്കെ, ഞാൻ ഇത് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ല, 2ാമത്തെ ഫ്ലവർ വരക്കണ്ട. നമ്മൾ 1ാമത്തെ ഈ ഫ്ലവർ വരച്ചാൽ മതി. നമുക്ക് ഇനി ഗ്രീനിന്റെ കളറും കൂടി ചെയ്യണ്ടേ? ഗ്രീനിന്റെ ലീഫ് ചെയ്യണ്ടേ? ഫ്ലവർ നമ്മൾ വരയ്ക്കില്ല. ഇല്ല, മുകളത്തെ ഫ്ലവർ നമ്മൾ ഇപ്പൊ ചെയ്യുന്നില്ല. ഗ്രീന് ലീഫ് ചെയ്യണോ? ലീഫും ഇതിന്റെ തണ്ടും കൂടി ചെയ്യണ്ടേ? അപ്പൊ അത് ഇപ്പൊ നമുക്ക് സമയമാവും. ഓക്കെ, അത് ചെയ്തിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, തണ്ടിനൊക്കെ കളർ അടിച്ചു തുടങ്ങട്ടെ? ചെയ്തോ, കുഴപ്പമില്ല, പതുക്കെ ചെയ്തോ. ചെയ്യാട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ഐഡിയക്ക് അനുസരിച്ച് പതുക്കെ ചെയ്ത് തുടങ്ങാം. ഈ രീതിയിൽ ലൈറ്റ് ടു ഡാർക്ക് എന്ന രീതിയിലായിരിക്കണം നമ്മൾ കളർ ഉപയോഗിച്ച് തുടങ്ങേണ്ടത്. അത്രയേ ഉള്ളൂ.
അപ്പോൾ അത് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വാട്ടർ കളറിൽ ഭംഗിയായിട്ട് ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക. ചേട്ടാ അതൊന്ന് പറ സാർ ആ പറഞ്ഞോ, കേൾക്കാം. ഈ ലീഫ് എങ്ങനെയുണ്ട്? ആ ലീഫ് നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ലൈറ്റ് ടു ഡാർക്ക് എന്ന രീതിയിൽ തന്നെ ചെയ്യാം. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഇതള്, ഇവിടെ 4-ാമത്തെ ഇതള് വേണ്ട കളറ് എവിടെയൊക്കെയാണെന്ന് നോക്കിയിട്ട് പതുക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡാർക്ക് എവിടെയൊക്കെ ഈ എൻഡിലൊക്കെ ലൈൻസുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഞാനത് പതുക്കെ ചെയ്യുന്നു. ഇതേ രീതിയിൽ നിങ്ങളും എവിടെയൊക്കെയാണ് ഈ ഡാർക്ക് കളർ വേണ്ടത് എന്ന് നോക്കുക, അവിടെ അപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മൾ ആ കളറുകൾ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. എവിടെയൊക്കെയാണ് വേണ്ടത് എന്നും അപ്ലൈ ചെയ്യേണ്ടത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പം നമുക്ക് ഡാർക്കായിട്ടുള്ളൊരു കളറ് ഒരു ചിത്രം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി ഇവിടെ ലൈൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഏറ്റവും എൻഡിൽ വരുന്ന ഒരു ബ്രൗൺ പോലുള്ള ലൈൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഗ്രീൻ ചെയ്യുമ്പോൾ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ചെറിയ മൊട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത അതേ രീതിയിൽ നമ്മൾ ഇവിടെ ഈ മൊട്ടും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ലൈറ്റ് ടു ഡാർക്ക് എന്ന രീതിയിൽ ഇവിടെ ഈ ഒരു മൊട്ടിലുള്ള ലൈറ്റ് കളർ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവും അല്ലേ. ലൈറ്റ് നടുവിൽ മാത്രം കുറച്ച് ലൈറ്റ് കളറുണ്ട്, പിന്നെയൊക്കെ ഡാർക്കാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കളറ് ഇപ്പം ബ്രഷിലുള്ളത് ഒഴിവാക്കി. എല്ലാവരും ഒരു തുണി എടുക്കണം കേട്ടോ. ഒരു തുണി എടുത്തിട്ട് നമ്മൾ തൊട്ടടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രഷിലുള്ളത് കൂടുതലായിട്ടുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അതേ രീതിയിൽ ലൈറ്റ് കളർ, അതായത് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് കളർ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെയുള്ള ഈ ഒരു മുട്ടിൽ വരുന്ന കളേഴ്സിൽ ഉള്ള ലൈറ്റ് കളർ ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ ഒരു മൊട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു മൊട്ടാണ് ചെയ്യുന്നത്. ഈ മൊട്ടിലുള്ള കളർ ഏതാ, ലൈറ്റ് കളർ എവിടെയാണ് ഉള്ളത്? ഇവിടെ നടുവിൽ മാത്രമല്ലേ ലൈറ്റ് കളർ ഉള്ളത്. സൈഡിലൊക്കെ ഡാർക്കാണ് വരുന്നത് അല്ലേ, മെറൂൺ പോലെ ബ്രൗൺ പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് ഈ ലൈറ്റ് നടുവിൽ ആണ് നമ്മൾ ആദ്യം ചെയ്യുക അല്ലേ. ഇവിടെയും ഒരു മൊട്ട് കാണുന്നുണ്ട്, ഇവിടെയും നടുവിൽ ലൈറ്റ് കളർ ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം ഇനി ഗ്രീൻ ആണ് വരുന്നതെങ്കിൽ ഗ്രീനിൽ നമ്മൾ ഈ ലൈറ്റ് കളർ ആദ്യം ചെയ്യും ഉണ്ടല്ലേ. നമ്മൾ റെഡ് ചെയ്തത് ലൈറ്റ് കളർ ആദ്യം ചെയ്തതുപോലെ തന്നെ ഗ്രീനിൽ നമ്മൾ ലൈറ്റ് കളർ ആദ്യം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മൊട്ടിൻ്റെ കളർ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു മൊട്ടിൻ്റെ കളർ ഞാൻ ആദ്യം എന്ത് ചെയ്തു, നടുവിൽ ഇതിൽ കാണുന്ന കളറിൽ ലൈറ്റ് കളറാണ് ഇവിടെ ഉള്ളത് അല്ലേ. അതുപോലെ മുകളിലുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ അതും ഞാൻ ആദ്യം ചെയ്യുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ഡാർക്ക് കളർ ഉണ്ട് അല്ലേ. അതിനു വേണ്ടി ഞാൻ കുറച്ചുകൂടി റെഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇപ്പം നേരത്തെ നിങ്ങൾ പലരും പറഞ്ഞു ബ്ലെൻഡായി പോകുന്നു, ലയിച്ചു പോകുന്നു അല്ലേ, മിക്സായി പോകുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ രീതി ഞാൻ ഇവിടെയും കുറച്ച് ഡാർക്ക് റെഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിലും നമുക്ക് വർണ്ണങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ബ്ലെൻഡായിട്ടും വർണ്ണങ്ങൾ ഉപയോഗിക്കാം. ഇതൊക്കെ വാട്ടർ കളറിൻ്റെ ചില ശൈലികളാണ്. ഓക്കെ, ഞാനിവിടെ ഇത് ഉപയോഗിച്ചു അല്ലേ, ലയിച്ചു വരുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെയും ഉപയോഗിക്കാം കേട്ടോ. ആരാ ആദിലക്ഷ്മി സംസാരിക്കാം, ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് ലയിച്ചു വരുന്നുണ്ടല്ലോ അല്ലേ, കണ്ടില്ലേ, ലയിച്ചായിട്ട് പഴയ ആദ്യം ചെയ്ത വർണ്ണമായിട്ട് ലയിച്ചു വരുന്നുണ്ട്. ഇപ്പം ഇവിടെയും കുറച്ച് ഡാർക്ക് ഉണ്ട് അല്ലേ. ഇപ്പം ഞാൻ അതും കൂടി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അവിടെ കളർ ചേഞ്ച് ആകുന്നുണ്ട് അല്ലേ, വേറൊരു കളറാണ് വരുന്നത്. നമ്മുടെ ഗ്രീനിൻ്റെ ഒരു ടോണാണ് വരുന്നത്. ഓക്കെ, നമ്മളിനി ഗ്രീന് ചെയ്യും. ഓക്കെ, നമുക്ക് ക്ലീൻ ചെയ്യണം. ആദ്യം ബ്രഷിലുള്ള കളറുകൾ ഒഴിവാക്കണം. ഞാൻ അതിനു വേണ്ടി ബ്രഷ് ക്ലീൻ ചെയ്യുന്നുണ്ട്. സാറേ പറഞ്ഞോ. ആദ്യമേ തണ്ടിന്റെ കുറച്ച് മേൽഭാഗം ബ്രൗൺ അടിച്ചിട്ട് പിന്നെ വരുമ്പോ ബ്രൗൺ സ്വല്പം മാറ്റി ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചാൽ മതിയോ സാറേ? ഓക്കെ, കളർ ഉപയോഗിക്കുമ്പം ഈ ഗ്രീനിന്റെ ലൈറ്റ് ടോൺ എവിടെയൊക്കെയാ ഉള്ളത് എന്ന് നോക്കുക. അതായിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ഓക്കെ, ഞാനിവിടെ കുറച്ച് പാലറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി വേണ്ടത് പറഞ്ഞോ. ഓക്കെ, കഴിഞ്ഞെങ്കിൽ ലീവ് ചെയ്യാം കേട്ടോ. എഴുതിയിട്ട് പേരൊക്കെ എഴുതണം, വാട്സാപ്പിൽ അയച്ചു തരണം. ഓക്കെ, ഞാൻ ഈ ഒരു ചിത്രം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവും.
ഓക്കെ, ഞാൻ ഈ ഒരു ചിത്രം ഇത് നമുക്ക് ഈ ഒരു ലീഫ് ചെയ്യാം. ഞാൻ ഗ്രീൻ ഉണ്ട്, ഗ്രീന് എടുത്തു, പിന്നെ സോറി യെല്ലോ എടുത്തു, ഇനി ഗ്രീനും ആണ് അല്ലേ. നമ്മുടെ ലീഫാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. യെല്ലോ ഉപയോഗിച്ചു, ഗ്രീനും. ഈ രണ്ട് യെല്ലോവും സാപ്പ് ഗ്രീനും ആണ് നമ്മൾ ഗ്രീൻ ഈ ഒരു ലീഫിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, സാപ്പ് ഗ്രീൻ ഉണ്ട്. ആ പറഞ്ഞോ. സാറേ ഞാൻ വരച്ചു കഴിഞ്ഞു. കഴിഞ്ഞോ? ആ ഓ ഓക്കെ ഓക്കെ. കൊള്ളാം ഞാനിത് സാറേ. കളേഴ്സ് കളേഴ്സ് ഉപയോഗിക്കാം, കളേഴ്സ് ഉപയോഗിക്കാം. ഓക്കെ, കൊള്ളാമോന്നല്ലേ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അത് വാട്സപ്പിൽ അയക്കണേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇനി ലീഫ് ചെയ്യും. ലീഫിന് നമ്മൾ ഏത് കളർ ഉപയോഗിക്കുന്നു? യെല്ലോ, അതുപോലെ ഗ്രീൻ ഉപയോഗിക്കാം അല്ലേ. ഇപ്പം ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് പതുക്കെ. യെല്ലോവും ഗ്രീനും കുറച്ച് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ലൈറ്റായിട്ടൊരു കളർ ഉണ്ടാക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ വെള്ളം കുറച്ച് റെഡ് ടോൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഒന്ന് ഇവിടെ ചേഞ്ച് ചെയ്യാം. നിങ്ങളും വെള്ളം ഇടയ്ക്കിടെ ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം റെഡും ഗ്രീനിൻ്റെ ടോണും ആയിട്ട് വരുമ്പം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രൈറ്റ്നെസ് കിട്ടില്ല അല്ലേ, അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്തു. പറഞ്ഞോ. സാർ വരച്ചു അല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ ഇതൊന്ന് ചെയ്യട്ടെ. ഈ ഒരു ലൈറ്റ് നമ്മൾ പറഞ്ഞത് ലൈറ്റ് ടോൺ ആദ്യം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഞാനിവിടെ ആദ്യം ഉപയോഗിക്കുന്നത് ഗ്രീനിൻ്റെ ഫസ്റ്റ് ഉപയോഗിക്കുന്ന ഈ ലൈറ്റ് ടോണാണ്. ഞാനിവിടെ കാണിച്ചു തരാം. ഒന്നാമത്തെ കളർ ഇവിടെ അപ്ലൈ ചെയ്തു. അത് എവിടെയൊക്കെയാണ് വരേണ്ടത് നോക്കുക. നമുക്കത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് അടുത്ത കളർ ഉപയോഗിക്കാം. ഈ രീതിയിൽ നമുക്ക് ആർക്കും ചെയ്യാം കേട്ടോ. പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കളർ ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മീഡിയ ആണ്. പിന്നെ എവിടെയൊക്കെയാണ് ഉള്ളത്? ഇവിടെയൊക്കെയുണ്ട്, ഈ തണ്ടിൻ്റെ ഭാഗത്തുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെയൊക്കെ ചെറിയ ഭാഗത്ത് യെല്ലോ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീന് കാണുന്നുണ്ട്. അപ്പം ഞാനത് അവിടെയൊക്കെ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് നമ്മൾ നേരത്തെ റെഡ് എങ്ങനെയായിരുന്നു ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈറ്റ് ടു ഡാർക്ക് എന്ന രീതിയിൽ. അപ്പം നമ്മളിനി അടുത്ത കളർ ഉപയോഗിക്കും. അടുത്ത കളർ ഉപയോഗിക്കാം. കുറച്ച് ഗ്രീന് നമ്മൾ കൂടുതലാക്കും. ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഗ്രീൻ കിട്ടിയില്ലേ. നമ്മൾ നേരത്തെ ഉപയോഗിച്ച കളറിനെക്കാട്ടിയും കൂടുതൽ ഗ്രീന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നെക്സ്റ്റ് ഉപയോഗിക്കുന്ന കളർ ഇതാണ്. പറഞ്ഞോ. ഞാൻ ആദ്യത്തെ നമ്പർ ഇല്ലേ 1, അത് ചെയ്ത് കഴിഞ്ഞ് ഞാനിപ്പോ 4th സ്റ്റേജ് എത്തി. ആദ്യത്തെ ആ 1ന്റെ ആ ഒരു ഇത് കളർ ചെയ്യുന്ന സമയത്ത് ഒരു പേജ് ഇങ്ങനെ പൊളിഞ്ഞു പോന്നിട്ട് അവിടെ ഒരു പൊടി പോലെ പേജ് ഇങ്ങനെ ഓക്കെ ഓക്കെ, അതെ. വെള്ളത്തെ എന്താ പറയാ ഏറ്റെടുക്കാൻ എന്താ പറയാ അതിന്റെ ബലമില്ലാത്ത പേപ്പർ ആയിപ്പോയി അല്ലേ. പേപ്പർ നേർത്തതായിപ്പോയിട്ടുണ്ടാവും അല്ലേ. അതെ. ഓക്കെ, കുഴപ്പമില്ല. ഇനി അതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ, കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ, അപ്പം ഞാനിവിടെ രണ്ടാമത്തെ കളറ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ് വരുന്നത് നോക്കുക, എന്നിട്ട് പതുക്കെ അപ്ലൈ ചെയ്യാം. ഇവിടെയും ഇനി രണ്ടാമത്തെ കളർ അപ്ലൈ ഈ ഭാഗത്ത്. ചെയ്യാതിരിക്കരുത് കേട്ടോ, പറ്റാവുന്നവരൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ വാട്ടർ കളർ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പറഞ്ഞോ. എന്നാ ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ ഗ്രീൻ രണ്ടാമത്തെ ടോണ് പതുക്കെ ചെയ്യുന്നു. അവിടെ കൂടുതൽ ചില ഭാഗത്തൊക്കെ കൂടുതലായി പോയിട്ട് നമുക്ക് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഡ്രൈ ആയിട്ടില്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഞാനിപ്പോൾ കണ്ടില്ലേ, വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ അത് ആവശ്യമില്ലാത്ത ഭാഗം എന്ന് തോന്നുകയാണ് വീണ്ടും റിമൂവ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെ അത് ഇവിടെ നമ്മൾ പേപ്പർ കുറച്ച് തിക്കായിട്ടുള്ളതായിരിക്കണം, അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഡാർക്ക് ചെയ്യും. രണ്ടാമത്തെ നമ്മൾ ചെയ്തു, ഇനി മൂന്നാമത്തെ ചെയ്യും. മൂന്നാമത്തെ കളറ് ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നമ്മൾ ഡാർക്ക് ആക്കും. കുറച്ചുകൂടി നമുക്ക് ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളം കുറച്ചു അല്ലേ, കുറച്ചുകൂടി വെള്ളം കുറച്ചിട്ട് നമ്മൾ ഡാർക്കാക്കി. ഇത് എവിടെയൊക്കെയാണ് വരേണ്ടതെന്ന് നോക്കുക, നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ സെൻറ്ററിൽ ഒരു ലൈന് പോലെ ഉണ്ട് അല്ലേ, ലൈന് വരുന്നുണ്ട്. അപ്പോൾ അത് ഒക്കെയാണ് ചിത്രത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അത് ശരിക്കും ഡ്രൈ ആയിട്ടില്ല, നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ ആവാത്തൊരു പ്രശ്നമുണ്ട്. എന്നിരുന്നാലും ഞാൻ അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തൊട്ടടുത്തുള്ള ലീഫ് ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് കിട്ടി. ഇപ്പം ഞാനിവിടെ ഈ ഒരു ഭാഗം വരെ വരുന്നുണ്ട് അല്ലേ, അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ഡാർക്ക് കാണാം, ഞാൻ അതുകൂടി ചെയ്യാം. എന്തായാലും നമ്മളെ ബ്രഷിൽ ആ കളർ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മെറൂൺ ബ്രൗൺ പോലുള്ള കളറാണ് എങ്കിലും നമ്മൾ ഇവിടെ കുറച്ച് ഗ്രീനിൻ്റെ ഭാഗമുണ്ട് അല്ലേ, ഞാൻ അതുകൂടി ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മൾ മൂന്നാമത്തെ ടോണ് ചെയ്തു അല്ലേ, മൂന്നാമത്തെ ടോണ് നമ്മൾ ചെയ്തു. ഒരു ടോൺ കൂടി നമുക്ക് ചെയ്യാം, കുറച്ചുകൂടി ഡാർക്ക് വേണം അല്ലേ. ഇവിടെയൊക്കെ കുറച്ചുകൂടി ഡാർക്ക്, നല്ല എന്താ പറയുക, ബ്ലാക്ക് പോലെ ഡാർക്കായിട്ട് തോന്നുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി നമുക്ക് ഈ നമ്മുടെ ഗ്രീനിൻ്റെ ഒരു ടോൺ കൂടി, വെള്ളം കുറച്ചുകൊണ്ട് നല്ല കട്ടിയിൽ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ, കട്ടിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ വേറെ കളറുകളൊന്നും ഉപയോഗിക്കുന്നില്ല, കൂടുതൽ കളർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഞാനിവിടെ നല്ല ഡാർക്കായിട്ട് തന്നെ എടുത്തു. നാലാമത്തെ ടോൺ അല്ലേ, നമ്മൾ റെഡിലും നമ്മൾ 4 ടോണായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം നാലാമത്തെ ടോൺ നമ്മൾ ചെയ്യുന്നുണ്ട്. സാറേ ആ പറഞ്ഞോ. സാർ നിങ്ങൾ എക്സസൈസിന്റെ കൂടെ ഒരു ബട്ടർഫ്ലൈ ഇട്ടില്ലായിരുന്നോ? അതിനിടയ്ക്ക് പൂവിന്റെ കുറച്ച് ദൂരത്തൊരു ബട്ടർഫ്ലൈനെ വരച്ചോട്ടെ. ആ വരക്കാം. ഓക്കെ ഓക്കെ, ഞാനിവിടെ നാലാമത്തെ ടോൺ അല്ലേ, നമ്മളിപ്പോൾ ലീഫ് തന്നെ തുടങ്ങാം. ലീഫിൽ എവിടേക്കാണ് വരുന്നത് നോക്കുക. ഇവിടെയുണ്ട്, പിന്നെയോ, പിന്നെ ഈ ഭാഗത്തുണ്ട്. ഓക്കെ, ഫാൻ ഓഫ് ആക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെയുണ്ട്. എന്നോട് ടി വി ഓഫ്. പിന്നെ പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ഡാർക്കായിട്ടുണ്ട്. ഇവിടെയുണ്ട്.
അപ്പം ഞാൻ എവിടെയൊക്കെയാണ് ഡാർക്ക് ആയിട്ട് കാണുന്നത് അതൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്കെ, ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയും ലൈൻസ്, ഇവിടെ ഞാൻ 2 ലൈൻ അപ്പുറത്തും ഇപ്പുറത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റണ്ടിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുണ്ട്. അപ്പം അതും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലീഫിൻ്റെ എൻഡിലുണ്ട് അല്ലേ, അപ്പോൾ അവിടെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ചിത്രം കിട്ടിയല്ലേ. നമ്മൾ പറഞ്ഞതുപോലെ ലൈറ്റ് കളേഴ്സിൽ നിന്നും ഡാർക്ക് കളേഴ്സ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഭംഗിയുള്ളൊരു ചിത്രം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ട് പൂർത്തിയാക്കി. ഇനി ഇവിടെ ചെറിയ നേരത്തെ ലൈൻസ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് 2 ലൈൻസുകൾ കൂടി ഉപയോഗിക്കാം. ഇവിടെയും കുറച്ച് 2-3 കുറച്ച് ലൈൻസുകളുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ 4ാമത്തെ ടോൺ ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ ഞാനിവിടെ കൂടുതൽ കളർ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇനി ഇവിടെയൊക്കെ റെഡിൻ്റെ ഒരു ടോണൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. റെഡ് എന്താ പറയുക, ഇതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഈ മെറൂൺ പോലുള്ള കളറൊക്കെ ആക്കാം. പക്ഷെ ഞാനിവിടെ കൂടുതലൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നു ഈ 3 കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? യെല്ലോ, റെഡ്, അതുപോലെ തന്നെ ഗ്രീന്. ഇപ്പോൾ 3 കളർ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ 3 കളർ ഉപയോഗിച്ചു. യെല്ലോ, റെഡ്, ഗ്രീൻ അല്ലേ, 3 കളർ നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, പിന്നെ വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എല്ലാവരും പേര് എഴുതണം. ഓക്കെ, പേര് എഴുതിയിട്ട്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന വരുന്നു. നമ്മൾ പറഞ്ഞ കാര്യം ലൈറ്റ് ടു ഡാർക്ക് എന്ന രീതിയിൽ ചെയ്യണം. വർണ്ണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ലൈറ്റ് കളർ ഉണ്ടാക്കാൻ. പതുക്കെ പതുക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഡാർക്ക് കളേഴ്സിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഭംഗിയായിട്ടുള്ള ചിത്രം കിട്ടും. ഇവിടെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഞാനൊന്ന് ക്യാമറ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ചെയ്തു അല്ലേ, കുറേ പേര് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനൊന്ന് ക്യാമറ ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, ചിത്രം കണ്ടു, ശ്രീശങ്കർ അല്ലേ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പതുക്കെ ചെയ്താൽ മതി. എല്ലാവർക്കും ഭംഗിയായ ചിത്രം വരക്കാൻ പറ്റും. ഇവിടെ കൊച്ചു കൂട്ടുകാരൊക്കെ ഉണ്ട്. അവർക്ക് പലർക്കും ഈ കളർ ഉപയോഗിക്കുമ്പം കൺഫ്യൂഷൻ ഉണ്ടാവും. വാട്ടർ കളർ ഉപയോഗിക്കുമ്പം അത്തരം ആൾക്കാർക്ക് ഞാൻ കുറച്ചും കൂടി വ്യക്തമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ ചിത്രം ഇവിടെയുണ്ട്. മാക്സിമം ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ കൂടുതൽ കളറൊന്നും ഉപയോഗിച്ചില്ല. നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? റെഡും അതുപോലെ ഗ്രീനും ഉപയോഗിച്ചു, പിന്നെ യെല്ലോ ഉപയോഗിച്ചു അല്ലേ. ഇവിടെ യെല്ലോ ചേർത്തത് പിന്നെ ലീഫിന് വേണ്ടിയാണ് നമ്മൾ യെല്ലോ ചേർത്തത്. റെഡിൽ നമ്മൾ ഒന്നും ചേർത്തില്ല. നമ്മൾ റെഡിൽ വെള്ളം മാത്രമേ ചേർത്തുള്ളൂ അല്ലേ. വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. അപ്പം നമുക്ക് ഭംഗിയുള്ളൊരു ചിത്രം കിട്ടി. അപ്പോൾ ഇതാണ് വാട്ടർ കളറിൻ്റെ റൂട്ട്. വാട്ടർ കളർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. നമുക്ക് പറ്റാവുന്ന രീതിയിൽ ട്രൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ ബാച്ചിലും നമ്മളെ ഒരു കൊച്ചു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു 5 വയസ്സൊക്കെയുള്ള. അപ്പോൾ ആദ്യം പറ്റുന്നുണ്ടായിരുന്നില്ല. പതുക്കെ പതുക്കെ ചെയ്തു വന്നപ്പോൾ ഏറ്റവും സൂപ്പറായിട്ട് മൂപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, നമുക്ക് എത്ര ഏജ് എന്നൊന്നുമില്ല. നമ്മൾ ഡ്രോയിങ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഡ്രോയിങ്ങിന് ഇഷ്ടമുണ്ടോ, നമ്മൾ ട്രൈ ചെയ്യാൻ തയ്യാറാണോ, ഡ്രോയിങ് നമ്മുടെ കൂടെ വരും. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് എല്ലാവരുടെയും ചിത്രങ്ങൾ അയക്കുന്നുണ്ട് അല്ലേ, ഞാനൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ. ലിയ മരിയ, ഓക്കെ, സൂപ്പറായിട്ടുണ്ട്. അമാൽ മരിയം, ഓക്കെ, നന്നായിട്ടുണ്ട്. നല്ല കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് പലരും യൂസ് ചെയ്യുന്നുണ്ട്. റീം ഫാത്തിമ, സൂപ്പർ. ഓക്കെ, പിന്നെ ലിയ എൽസ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല കളേഴ്സ്. ഓക്കെ,
പിന്നെ ഹർഷ, ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ശ്രീശങ്കർ, അടിപൊളി, സൂപ്പർ, നല്ല എന്താ പറയുക, കളേഴ്സിന്റെ ലൈറ്റ് ഡാർക്ക് ടോണുകൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അയന, ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ പിങ്ക്, പാർവതി, ഓക്കെ, ധാരാസാജൻ, ഓക്കെ, കളർ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, പിങ്കിന് പകരം റെഡ് ഉപയോഗിച്ചു അല്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ അറിയാം എന്ന് ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിലൂടെ പലർ മനസ്സിലാകുന്നുണ്ട്. അൽന, ഓക്കെ, അൽന മറിയം, ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നല്ല ബ്രൈറ്റ് കളേഴ്സ് ഉപയോഗിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. ഓക്കെ, ഓക്കെ, നമ്മുടെ ഇവിടെ പവർ കട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, എന്തോ ഒരു പവറിന്റെ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അൽന മറിയം, ഓക്കെ, അഭിജിത്ത്, ഓക്കെ, 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 എല്ലാവരും ട്രൈ ചെയ്യുക. വരച്ച ചിത്രം എല്ലാവരും അയച്ചു തരണം കേട്ടോ. വരച്ച ചിത്രം എല്ലാവരും വാട്സപ്പിൽ അയച്ചു തരണം. ചിലപ്പോൾ ഒരു ദിവസം ലേറ്റ് ആകുന്നുണ്ടാവും മറുപടി തരാൻ, എന്നാലും ഞാൻ മറുപടി തരുന്നുണ്ടാവും. ഓക്കെ, അഭിജിത്ത്, ഓക്കെ, ഓക്കെ, ചെയ്തു അല്ലേ. ഓക്കെ, ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ ആണോ എല്ലാവരും? സൗണ്ട് ഉണ്ടല്ലേ, സൗണ്ട്. ഓക്കെ, ഹർഷ സംസാരിക്കാനുണ്ടല്ലേ, ഞാനൊന്ന് ഓപ്പൺ ചെയ്യാട്ടോ ഇവിടെ. ഹർഷ സംസാരിക്കാം. സാർ പറഞ്ഞോ, കേൾക്കാം. കഴിഞ്ഞു. കഴിഞ്ഞു അല്ലേ. ഓക്കെ, 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 കണ്ടു, ചിത്രം കണ്ടു കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, നല്ല കളേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ആ, ഓക്കെ, ഓക്കെ, ബൈ, താങ്ക് യു. പിന്നെ ആരാ ഉള്ളത്? പാർവതി. ഓക്കെ, പാർവതി, സാർ പറഞ്ഞോ. ലീവ് ലീവ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ ഇനി ആരാ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തവരെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരാളെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പം. ഇല്ല അല്ലേ. ഭദ്ര സംസാരിക്കാനുണ്ടോ? പറഞ്ഞോ. അടുത്ത ക്ലാസ് എന്നാ? അടുത്ത ക്ലാസ് മൺഡേ. ഓക്കെ, ഓക്കെ, അപ്പോ നമ്മുടെ പൂമ്പാറ്റ നെക്സ്റ്റ് ക്ലാസ് മൺഡേ ആണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ധാരാസജൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഓക്കെ, 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 താങ്ക് യു, ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ. ബൈ സാർ, ഓക്കെ, താങ്ക് യു. എന്തായിരുന്നു, പറഞ്ഞോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഓക്കെ, ബൈ, സി യു, ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ, ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്.